ൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നോക്കൂ, കൈവിട്ടു പോകുന്നത് നമുക്കാണ്. അതിന്റെ വലിയ വിപത്ത് അനുഭവിക്കുന്നത് പുതിയ തലമുറയും. ലഹരിക്ക് അടിമയാകാതിരിക്കൂ, സ്വതന്ത്രരാകൂ. ലീവ് ഫ്രീ, ലിവ് ഡ്രഗ് ഫ്രീ. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കാസർഗോഡ് 16 വയസ്സുകാരനെ ഗേ സെക്സ് ഡേറ്റിംഗ് ആപ്പിലൂടെ പരിചയപ്പെട്ട് പീഡിപ്പിച്ച കേസിലെ അന്വേഷണത്തിനിടെ പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. സംസ്ഥാനത്ത് ഡേറ്റിംഗ് ആപ്പുകളിലൂടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ വ്യാപകമായി ചൂഷണം ചെയ്യുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയം സ്ഥാപിച്ച് UPI വഴി പണം നൽകി വശീകരിച്ചാണ് പീഡനം നടന്നത്. പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികൾക്ക് ഇതിൽ എങ്ങനെ അക്കൗണ്ട് തുറക്കാനായി എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. 16-കാരനെ പീഡിപ്പിച്ച കേസിൽ ഇതുവരെയും 10 പേരാണ് പിടിയിലായത്. കേസിലെ പ്രധാന പ്രതിയായ യൂത്ത് ലീഗ് നേതാവ് സിറാജുദ്ദീൻ ഒളിവിലാണ്. ഇയാൾ ഉടൻ പിടിയിലാകുമെന്നാണ് പോലീസ് നൽകുന്ന സൂചന. KV ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് എന്ന വിവരങ്ങളുമായി. ബൈജു, ഇതിന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നത്. അതായത് സാധാരണ മറ്റ് പല ഡേറ്റിംഗ് ആപ്പുകളും വളരെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഗേ സെക്സ് ഡേറ്റിംഗ് ആപ്പിനെ കുറിച്ച് ഈ സംഭവത്തിന് പിന്നാലെയാണ് പുറത്തു വരുന്നത്. മാത്രമല്ല, ഇതിന് പ്രതികളായിട്ടുള്ളത്, പിടിക്കപ്പെട്ടവരിൽ ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്, പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളുണ്ട്. കേസിനെ, ഈ സംഭവത്തെ, ഈ ഡേറ്റിംഗ് ആപ്പിനെ നിയന്ത്രിച്ചിരുന്നത് ആരാണ്? യൂത്ത് ലീഗ് നേതാവിൻ്റെ സിറാജുദ്ദീൻ്റെ പങ്ക് ഈ കേസിൽ എത്രത്തോളമുണ്ട്? ടോമെ സൂചിപ്പിച്ചത് വളരെ ശരിയാണ്. അങ്ങേയറ്റം ആശങ്കയുണ്ടാക്കുന്ന വാർത്തകളാണ് ചന്ദേര പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ഈ 16-കാരനെ ഇത്തരത്തിൽ ഡേറ്റിംഗ് ആപ്പ് വഴി ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയെന്ന ആ ഒരു കേസ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് കൗമാരക്കാരെ ലക്ഷ്യമിട്ട് വലിയ ചതിക്കുഴി രൂപപ്പെട്ടിരിക്കുന്നു. അതിൽ പലരും ഈ ഇത്തരത്തിൽ വീഴുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നതാണ് ഇപ്പോൾ പോലീസിന്റെ കണ്ടെത്തൽ. അതായത് തുടക്കത്തിൽ സൂചിപ്പിച്ചത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അതായത് സംസ്ഥാനത്ത് ഇത്തരത്തിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പ്രായപൂർത്തിയാകാത്ത ഇവരെ ലക്ഷ്യമിട്ട് വലിയ തോതിൽ ഇത്തരത്തിൽ ഡേറ്റിംഗ് ആപ്പുകൾ സജീവമാണ് എന്നതാണ്. ഇവരെ പണം നൽകിയും മറ്റും വശീകരിച്ച് ഇത്തരത്തിൽ ആകർഷിച്ച് ലൈംഗിക പീഡനത്തിന് ഇരയാക്കുന്നു എന്ന കണ്ടെത്തലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ കാസർഗോഡ് ഈ സംഭവം തന്നെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ 16-കാരന് കഴിഞ്ഞ 2 വർഷമായി ഇത്തരത്തിൽ ഈ ഒരു ഡേറ്റിംഗ് ആപ്പ് വഴി നിരവധി ആളുകൾ ലൈംഗിക പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കി എന്ന ഒരു വിവരമാണ് പുറത്തു വരുന്നത്. അതായത് അതിലേറ്റവും പ്രധാനം, ഇതിൽ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരുണ്ട്, ഒപ്പം മുൻ RPF ജീവനക്കാരനുണ്ട്, അതോടൊപ്പം ഫുട്ബോൾ കോച്ചുണ്ട്, മാത്രമല്ല രാഷ്ട്രീയക്കാരുമുണ്ട് എന്നതാണ്. ഇതിൽ മുസ്ലിം ലീഗിന്റെ ഒരു പ്രാദേശിക നേതാവ് ഈ കേസിൽ ഇനി പിടിയിലാകാനുണ്ട്. നിലവിൽ 10 പേരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിൽ ഈ AEO ഉൾപ്പെടുന്നുണ്ട് എന്നതാണ്. അതായത് ബേക്കൽ AEO ആണ് ഇയാൾ ഈ കുട്ടിയെ ഇത്തരത്തിലെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ഇത്തരം ഡേറ്റിംഗ് ആപ്പുകൾ അത് വിശദമായി പരിശോധന ആരംഭിച്ചിരിക്കുന്നതാണ് ഇപ്പോൾ SP ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. ഇതിൽ നമുക്ക് എടുത്തു പറയാനുള്ളത് രക്ഷിതാക്കളോടാണ്. ഇതിൽ പോലീസും പറയുന്നതാണ്, രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും കൃത്യമായ ശ്രദ്ധയില്ലെങ്കിൽ അത് പെൺകുട്ടികളെ മാത്രമല്ല ആൺകുട്ടികളെയും ഇത്തരത്തിൽ കൂടുതൽ സമയം മൊബൈലിൽ ചിലവഴിക്കുന്നത് വളരെ അപകടകരമായ സാഹചര്യത്തിലേക്ക് അവരെ എത്തിക്കുമെന്നതാണ്. ഈ ഒരു കുട്ടിയുടെ കേസ് തന്നെ വന്നാൽ കഴിഞ്ഞ ദിവസം ഈ കുട്ടിയുടെ വീട്ടിൽ ഒരു അപരിചിതൻ
ഈ അമ്മ വീട്ടിലേക്ക് വരുന്ന സമയത്ത്, പുറത്തുപോയി വരുന്ന സമയത്ത് അപരിചിതനെ ഓടിപ്പോകുന്നത് കണ്ടതോടുകൂടിയാണ് ഈ സംഭവം തന്നെ പുറത്തു വരുന്നത്. പിന്നീട് ഈ കുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കിയപ്പോഴാണ് ഞെട്ടിപ്പിക്കുന്ന വിവരം. ഈ കുട്ടി ഇത്തരത്തിൽ കാസർഗോഡ് ജില്ലയിൽ മാത്രമല്ല കണ്ണൂരും കോഴിക്കോടും എറണാകുളത്തും ഇത്തരം പല സ്ഥലങ്ങളിലും ഈ ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട് ഈ കുട്ടിയെ ഇത്തരത്തിൽ പീഡനത്തിന് ഇരയാക്കിയെന്ന വിവരമാണ് പോലീസ് ലഭിച്ചത്. ഇതോടുകൂടിയാണ് ഇത്തരം ആപ്പുകളെ കേന്ദ്രീകരിച്ച് വലിയ തോതിലുള്ള അന്വേഷണം പോലീസ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. അതിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. അതായത് പെൺകുട്ടികളെ ഉൾപ്പെടെ, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾക്ക് ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ആപ്പുകൾ പ്രവർത്തിക്കുന്നു. അതിന് കൃത്യമായ റാക്കറ്റ് ഉണ്ട്. ഏതായാലും ഇതിലൊരു കൃത്യമായ ഒരു സംഘമുണ്ട്. ആ സംഘത്തെ ഇതുവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. അത് പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. അതായത് 5 CIമാരുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ 5 CIമാരുടെ നേതൃത്വത്തിലുള്ള വലിയ സംഘത്തെ തന്നെ രൂപീകരിച്ച് സൈബർ സെല്ലിന്റെ സഹായത്തോടെ ആണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഇന്നിപ്പോൾ ഒരാൾ കൂടി ഇന്ന് അറസ്റ്റിലായിട്ടുണ്ട്. അങ്ങനെ 10 പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് മാത്രം ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഇതിൽ പോലീസ് പറയുന്നത് ഇത്തരം ഡേറ്റിംഗ് ആപ്പുകൾക്ക് ഏതെങ്കിലും തരത്തിൽ 18 വയസ്സ് തികഞ്ഞാൽ മാത്രമേ ഇത്തരം ആപ്പുകൾക്ക് പ്രവേശിക്കാൻ പറ്റൂ. പക്ഷേ ഇത്തരം ആപ്പുകൾക്ക് അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. വലിയ ഇളവുകൾ, അതായത് കുട്ടികളെ കൃത്യമായി ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഇത്തരം ആപ്പുകൾ പ്രവർത്തിക്കുന്നതെന്നാണ്. കുട്ടികൾ ഒരു പ്രാവശ്യം ഒരു തവണ ഈ ഒരു ആപ്പിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഫോട്ടോകളൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാർ പല ആപ്പുകളും നിരോധിച്ചതാണ്. പ്രത്യേകിച്ചും കുട്ടികളെ ചൂഷണം ചെയ്യുന്ന, കുട്ടികളുടെ നഗ്ന ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ അടങ്ങിയ ഫോട്ടോകളൊക്കെ പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള ആപ്പുകൾ പൂർണ്ണമായും നിരോധിച്ചതാണ്. പക്ഷെ എങ്ങനെയാണ് ഇത്തരം ആപ്പുകൾ ഇവിടെ പ്രവർത്തിക്കുന്നത്? നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഈ ആപ്പുകൾക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കാൻ പോലീസിന് കഴിയും? ടോമെ, ഈ കാര്യത്തിൽ പോലീസ് പറയുന്നത് ഏതെങ്കിലും ഒരു ആപ്പ് ഇത്തരത്തിൽ പോലീസ് കണ്ടെത്തി അത് ബ്ലോക്ക് ചെയ്താൽ പിന്നീട് വീണ്ടും മറ്റൊരു പേരിൽ ഇത്തരം ആപ്പുകൾ ഒന്ന് ബ്ലോക്ക് ചെയ്താൽ 10 എണ്ണമായി അത് വീണ്ടും തിരിച്ചു വരുന്നതാണ്. അത്തരത്തിൽ ഇത് നിയന്ത്രിക്കാൻ ഏതായാലും പോലീസിനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. അത്തരത്തിൽ നിയന്ത്രിക്കാൻ സാധിക്കില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ ഉത്തരവാദിത്തമുള്ളത് രക്ഷിതാക്കളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഈ കുട്ടികളുടെ മൊബൈൽ, പ്രത്യേകിച്ച് ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന ഏതൊക്കെ കാര്യങ്ങൾ ഈ കുട്ടികൾ ഗൂഗിൾ സെർച്ച് ചെയ്യുന്നുണ്ട് എന്നതെങ്കിലും ഈ രക്ഷിതാക്കൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അങ്ങനെയല്ലാതെ ഇത്തരം പല വിവരങ്ങളും പുറത്തു വരുന്നില്ല എന്നാണ്. കാരണം ഇത് ഈ ഒരു കേസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരാൾ അപരിചിതൻ വീട്ടിൽ നിന്നും ഇങ്ങനെ ഓടുന്നത് കണ്ടത് സംശയം തോന്നിയാണ് ഇത്തരത്തിൽ ഈ അമ്മ ഈ പരാതി നൽകിയതും ചൈൽഡ് ലൈൻ വിശദമായി ചോദ്യം ചെയ്തതും. പിന്നീട് ഈ കുട്ടി എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. പലപ്പോഴും ഭയം കാരണം ഭീഷണിപ്പെടുത്തി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാം, അതല്ല പണം നൽകി വശീകരിച്ച് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിനെല്ലാം ഒരു പരിധിവരെ മാത്രമേ പോലീസിന് ഇടപെടാൻ സാധിക്കൂ. ഒരുപക്ഷെ ഇത്തരം ക്രൈം നടന്നാൽ അവരെല്ലാം പിടിക്കപ്പെടും. കാരണം മൊബൈൽ ഉപയോഗിച്ച്, ടവർ ലൊക്കേഷൻ ഉപയോഗിച്ചൊക്കെയാണ് ഈ പ്രതികളെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ ഒരു പ്രതി നേരത്തെ സൂചിപ്പിച്ച മുസ്ലിം ലീഗിന്റെ നേതാവ് ഇപ്പോൾ മുൻകൂർ ജാമ്യത്തിനായി ശ്രമിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നിലവിൽ 10 പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 16 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 15 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി 16 പേരാണ് മൊത്തം ഇപ്പോൾ ഉള്ളത്. ഇതിൽ കൂടുതൽ പേർ പ്രതികൾ ഉണ്ടാകും. അത് പോലീസ് അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനമായും രക്ഷിതാക്കളുടെ ഭാഗത്ത് നിന്നും വലിയ ഉണ്ടാകുമെന്ന് പോലീസ് സൂചന നൽകുന്നുണ്ട്. അതോടൊപ്പം ബൈജു അറിയേണ്ടത്, കൂടുതൽ കുട്ടികൾ, പ്രായപൂർത്തിയാകാത്ത കൂടുതൽ കുട്ടികൾ ഈ ഡേറ്റിംഗ് ആപ്പിലൂടെയുള്ള കെണികളിൽ വീണിട്ടുണ്ടോ? കൂടുതൽ പേർ ഇരകളായിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ പോലീസിന് ആ ഇരകളെ കണ്ടെത്താൻ കഴിയണം. അതത്ര എളുപ്പമുള്ള കാര്യമാണോ? പരാതിയുമായി കൂടുതൽ പേർ പോലീസിനെ സമീപിച്ചിട്ടുണ്ടോ ബൈജു? തീർച്ചയായും ടോമെ, ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം അല്ലെങ്കിൽ പരിശോധന നടത്തുമ്പോഴാണ്, സൈബർ സെല്ല് ഉൾപ്പെടെയുള്ള സംഘത്തിന്റെ പരിശോധന നടത്തുമ്പോഴാണ് ഇത്തരത്തിൽ നിരവധി സൈറ്റുകൾ, ഒരു പക്ഷേ ഈ ഒരു കുട്ടി ഇതിൽ അകപ്പെട്ടാൽ മറ്റൊരു കുട്ടിയെ, ഈ കുട്ടി കൊണ്ട് തന്നെ മറ്റൊരു കുട്ടിയെ ഇതിലേക്ക് വശീകരിക്കുന്ന ആ രീതിയിലുള്ള ഒരു തന്ത്രമാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഇതിനെല്ലാം പണം നൽകിയും മറ്റും ഇവർക്ക് സ്വാധീനിക്കുന്നു, ഈ കുട്ടികളെ ഇത്തരത്തിൽ സ്വാധീനിക്കുന്നു. കൂടുതൽ ഇത്തരത്തിലുള്ള സംഘങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇവരെല്ലാം കണ്ടെത്തുക വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇതിൽ പരാതി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഭവം കണ്ടെത്തേണ്ടതുണ്ട്. നിലവിലിപ്പോൾ ഈ ചന്ദേര പോലീസ് സ്റ്റേഷനിൽ ഒരു 16 വയസ്സുകാരൻ, അതായത് 2 വർഷത്തോളമായി ഈ ഡേറ്റിംഗ് ആപ്പ് ഉപയോഗിച്ച് ഇത്തരത്തിൽ നിരവധി ഇടങ്ങളിൽ ഈ കുട്ടിയെ എത്തിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് ഇപ്പോൾ ഈ കേസുള്ളത്. ഇത്തരത്തിൽ കണ്ടെത്തേണ്ടതുണ്ട്. കൃത്യമായ കൗൺസിലിംഗ് നടത്തിയാൽ മാത്രമേ കുട്ടികൾ ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുന്ന ഒരു സാഹചര്യം കൂടിയുള്ളൂ. ഏതായാലും പെൺകുട്ടികൾ ഉൾപ്പെടെ ഈ സംഘത്തിന്റെ ചതിക്കുഴിയിൽ വീണിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അത് സംബന്ധിച്ചെല്ലാം വിശദമായ അന്വേഷണം ഇപ്പോൾ പോലീസ് നടത്തുന്നുണ്ട്. എന്തായാലും കൂടുതൽ പേർ ഇതിൽ പ്രതികളാകും എന്ന് തന്നെയാണ് പറയുന്നത്.
വരുന്നത്. അതിൽ ഉന്നതരായ ആളുകളുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകേണ്ട അധ്യാപകർ പോലും, അതായത് AEO പോലും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇത് വളരെ ഗൗരവത്തിൽ ഇത് എടുത്തതും പ്രത്യേക സംഘത്തെ രൂപീകരിച്ച് ഇതിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നതും. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി 6 പേരെ അറസ്റ്റിലാവാനുണ്ട്. കൂടുതൽ പേർ പ്രതികൾ ഉണ്ട് എന്നതാണ് പോലീസ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവരെല്ലാം കണ്ടെത്തേണ്ടതുണ്ട്. അത്തരം അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നുണ്ട്. അതുകൂടാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ കുട്ടികൾ ഇവരുടെ ഈ ആപ്പിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? അതോടൊപ്പം ഈ കൂടുതൽ പേർ ചതിക്കുഴിയിൽ വീണിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അവരെങ്ങനെയാണ് ഇതൊരു പ്രത്യേക ഏത് രീതിയിലായിരുന്നു ഇത് പ്രവർത്തിച്ചതെന്ന കാര്യത്തിലൊരു വ്യക്തത വന്നിട്ടുണ്ടോ ബൈജു? ടോമെ, തീർച്ചയായും ഇത് ഗൂഗിൾ സെർച്ച് വഴിയാണെന്നാണ് SP അല്പസമയം മാധ്യമങ്ങളോട് പറഞ്ഞത്. അതായത് ഗൂഗിൾ സെർച്ച് വഴി ഇത്തരത്തിൽ നിരവധി ആപ്പുകളുണ്ട്. അത്തരം ആപ്പുകളിലേക്ക് കയറി അതിൽ രജിസ്റ്റർ ചെയ്യുന്ന ഒരു രീതിയാണ് ഈ പ്രധാനമായി ആപ്പുകൾക്കുള്ളത്. അതിൽ പ്രത്യേകിച്ച് 18 വയസ്സാണോ എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്താൽ മാത്രം മതി. അതല്ലാതെ മറ്റ് നിബന്ധനകളൊന്നുമില്ല. ഏതെങ്കിലും തരത്തിൽ കൃത്യമായ ഇത്തരത്തിലുള്ള രേഖകളോ തിരിച്ചറിയൽ രേഖകളോ അത്തരം കാര്യങ്ങളൊന്നുമില്ല. ഒരു ഫോട്ടോകൾ കുട്ടികളുടെ ഫോട്ടോകൾ ഇതിൽ അപ്ലോഡ് ചെയ്യാൻ ചോദിക്കും. അത്തരം കുറച്ച് നിബന്ധനകൾ ഒക്കെ ഇതായി കഴിഞ്ഞാൽ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാം. പിന്നീട് കൂടുതൽ ഉപഭോക്താക്കൾ ഇതിലുണ്ട്. ആകർഷിക്കാൻ വേണ്ടി നിരവധി ഫോട്ടോകൾ ഇവർ ഇത്തരത്തിൽ ഉൾപ്പെടുത്തും. ഒരുപക്ഷെ മോർഫ് ചെയ്ത ഫോട്ടോകൾ പോലും ഇതിൽ ഉൾപ്പെടുത്താം. പ്രത്യേകിച്ച് AI യുഗത്തിൽ ഈ ഒരുപാട് AI ടെക്നോളജി ഉപയോഗിച്ചുള്ള ഫോട്ടോകൾ ഇതിലുണ്ടാകാം. ഇതെല്ലാം ആകർഷിച്ചായി ആളുകൾ കൂടുതൽ ഇതിലേക്ക് വരുന്നു. ഈ കുട്ടിക്ക് ഏറ്റവും ഒടുവിലായി ഒരാൾ 500 രൂപയാണ് ഈ കുട്ടിക്ക് നൽകിയത്. വീടുകളിലേക്ക്, സ്വന്തം വീട്ടിലേക്ക് തന്നെ, അതായത് സ്വന്തം വീട്ടിലേക്ക് എത്തി കുട്ടിയെ ഇത്തരത്തിൽ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും ഗൗരവമുള്ള കാര്യം. അതോടൊപ്പം പുറത്ത് കൊണ്ടുപോയി, അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയ്ക്ക് പുറമെ കണ്ണൂർ, കോഴിക്കോട്, എറണാകുളം ജില്ലകളിൽ പല സ്ഥലങ്ങളിലും ലോഡ്ജുകളിലും ഒക്കെ എത്തിച്ചും ഇത്തരത്തിൽ പീഡനം നടത്തിയിട്ടുണ്ടെന്നാണ്. ഇത് രക്ഷിതാക്കളുടെ ഭാഗത്ത് 16 വയസ്സുള്ള ഒരു കുട്ടിയുടെ കാര്യമാണ് ഇപ്പോൾ ചന്ദേര പോലീസിൽ പുറത്തു വരുന്നത്. ആ 16 വയസ്സുള്ള കുട്ടി എന്തിനാണ് എറണാകുളം അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലകളിൽ ഇത്തരത്തിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നത് പോലും ഇപ്പോൾ നോക്കാനുള്ള രക്ഷിതാക്കൾക്ക് സമയമില്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അത് തന്നെയാണ് പോലീസും പറയുന്നത്. കുട്ടികൾക്ക് കൃത്യമായ ബോധവൽക്കരണം, ഒപ്പം അവരുടെ ഗൂഗിൾ ഈ സെർച്ച്, അത് ഏതൊക്കെ കാര്യങ്ങളാണ് ഇവർ ഈ ഗൂഗിളിൽ പരിശോധിക്കുന്നത് എന്ന് കൃത്യമായ ഒരു ശ്രദ്ധ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് ഈ പോലീസ് പ്രധാനമായും പറയുന്നത്. കാരണം കോവിഡ് ഇതിന് ശേഷം എല്ലാ കുട്ടികളുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിൽ ഗെയിമിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒപ്പം മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള വലിയ ശൃംഖല ഈ ഒരു ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏതായാലും ഈ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേർ പിടിയിലാകുമെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. ടോം, വ്യക്തമാണ്. കാസർഗോഡ് നിന്ന് KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ബൈജു സൂചിപ്പിച്ചതുപോലെ മാതാപിതാക്കൾ അതീവ ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. പ്രത്യേകിച്ചും എല്ലാ കുട്ടികളുടെ കയ്യിലും ഇപ്പോൾ മൊബൈൽ ഫോൺ, അവർ ഗെയിമുകൾ കളിക്കാം. അതിനപ്പുറം ഇതുപോലുള്ള ഡേറ്റിംഗ് ആപ്പുകളുടെ കെണിയിൽ വീഴാം. അവരുടെ സൗഹൃദങ്ങൾ, വളരെ മുതിർന്ന ആളുകളുമായി സൗഹൃദമുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായും നിരീക്ഷിക്കേണ്ടതാണ്. പോലീസിനെതിരെ പരാതിയുമായി തിരുവനന്തപുരം ബ്രഹ്മൂർ എസ്റ്റേറ്റിൽ ആക്രമിക്കപ്പെട്ട കൊല്ലം സ്വദേശിനി. ആക്രമണം നടത്തിയ ഷാജി എന്ന ആൾക്കെതിരെ പരാതി നൽകിയിട്ടും പാലോട് പോലീസ് അന്വേഷിക്കാൻ തയ്യാറാകുന്നില്ലെന്ന് കൊല്ലം ഇത്തിവ സ്വദേശിനിയായ ജലീല ബീവി ആരോപിച്ചു. ഓഗസ്റ്റ് 8-നാണ് സാമ്പത്തിക തർക്കത്തിനിടെ ജമീല ബീവിക്ക് മർദ്ദനമേറ്റത്. വിരലൊക്കെ വെളുത്ത് പൊട്ടിയിട്ട് ഷുഗർ കൂട്ടി. എന്റെ ഭർത്താവ് മാനസിക രോഗിയാണ്. പട്ടത്തുള്ള സർമ്മസ്വാമിയുടെ തോട്ടം ബ്രഹ്മൂറിൽ പാട്ട് എടുത്ത് മരം മുറിക്കുകയാണ്. അങ്ങേക്ക് നിസാർ എന്ന് പറഞ്ഞാൽ റേഞ്ചർ എന്ന് പറഞ്ഞാൽ ഈ കല്ലർ സാധ്യങ്ങൾ കൂടി മരുന്ന് മേടിച്ച് അവശതയാക്കിയിട്ടാണ് ഇവരെന്നെ ഈ ദേഹോത്രം ചെയ്തത്. ഞാനത് സംസാരിക്കുകയും പറയുകയും ചെയ്തു. കണക്കും കാര്യങ്ങളെല്ലാം ചോദിക്കുന്നതിന്റെ പേരിലാണ് അവരെന്നെ ഇങ്ങനെ കൊല്ല ചെയ്തത്. എനിക്ക് ഇതിനൊന്നും നീതി ഉണ്ടാക്കി തരണം. സ്റ്റേഷനിൽ കൊണ്ടുപോയി പരാതി കൊടുത്തിട്ട് അവര് FIR ഇട്ടതല്ല. ഇതുവരെ അവർ അന്വേഷിച്ചില്ല. അവരെ അറസ്റ്റ് ചെയ്തില്ല. നെടുമങ്ങാടും കൊടുത്ത് പാലോടും കൊടുത്ത് വലുതാക്കലിലും എല്ലാം കൊടുത്ത് ആരും എനിക്കൊരു നീതി തരുന്നില്ല. വിശദാംശങ്ങളുമായി S വിനീഷ് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന്. വിനീഷ്, മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന കാഴ്ചകളായിരുന്നു. ഒരു സ്ത്രീക്ക് നേരെയാണ് അതിക്രമം ഉണ്ടായത്. സംഭവം നടന്നിട്ട് 1 മാസം കഴിഞ്ഞിട്ടും പോലീസ് യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് ആക്ഷേപമുണ്ട്. എന്തായിരുന്നു ഈ സംഭവത്തിന്റെ
കാരണം പോലീസ് എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരം? ബ്രൈംപൂർ എസ്റ്റേറ്റിലാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടാകുന്നത്. നിങ്ങൾ തന്നെ വ്യക്തമാണ്, വീട്ടമ്മയെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ്. കമ്പ് വെച്ച് അവരെ അതിക്രൂരമായി മർദ്ദിക്കുന്നു. അതുപോലെ അവർ നിലത്ത് വീണതിന് ശേഷം അവരുടെ ദേഹത്ത് കയറിയിരുന്ന് മർദ്ദിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ സഹിതമാണ് ഈ കൊല്ലം സ്വദേശിനിയായ വീട്ടമ്മ പോലീസിൽ പരാതി നൽകിയത്. ഇതിൽ സജീവ് എന്നു പേരുള്ള ഒരാൾക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ മർദ്ദിക്കുന്ന ആളാണ് സജീവ്. സജീവിനെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകദേശം 1 മാസത്തോളം ആകുന്നു സംഭവം നടന്നിട്ട്. ഇതുവരെയും ഈ പ്രതിയെ പിടികൂടാനായിട്ടില്ല എന്നുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് വീട്ടമ്മ മുന്നോട്ട് വയ്ക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഇവർ വലിയ രീതിയിലുള്ള പോലീസ് സ്റ്റേഷനിലെ പ്രതിഷേധവുമായിട്ടെല്ലാം നീങ്ങാനുള്ള വലിയ ഒരു തീരുമാനത്തിൽ തന്നെയാണ്. കാരണം നമ്മൾ ഇപ്പോൾ അവരുടെ ബൈറ്റ് നമ്മൾ കേട്ടതാണ്. കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടാണ് അവർ പറയുന്നത്, എനിക്ക് നടപടി ഉണ്ടാകുന്നില്ല, എന്നെ അത്രത്തോളം ക്രൂരമായി മർദ്ദിച്ചു എന്നടക്കമാണ് അവർ പറയുന്നത്. ഈ ഡിജിറ്റൽ തെളിവുകൾ സഹിതം ഇവർ പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ആക്ഷേപമാണ് ടോം ഇപ്പോൾ നിലനിൽക്കുന്നത്. യെസ്, അതുതന്നെയാണ്. കാരണം ഇത്രയും തെളിവുകളുണ്ട്, ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. പോലീസ് എന്തുകൊണ്ടാണ് ഈ പ്രതിക്കെതിരെ നടപടി സ്വീകരിക്കാത്തത്? ഏതെങ്കിലും രീതിയിലുള്ള ഈ ഒത്തുതീർപ്പ് ശ്രമം അല്ലെങ്കിൽ കേസ് അട്ടിമറിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്? ഈ കൊല്ലം സ്വദേശിനിയായ ഈ ആക്രമണത്തിനിരയായ ജമീല ബീവിക്ക് അത്തരം ആക്ഷേപമുണ്ടോ? തീർച്ചയായും അത്തരം ചില സംശയങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം ഈ സജീവ് എന്നാണ് പറഞ്ഞ ഈ കുറ്റാരോപിതനായ വ്യക്തി, അയാൾ ഇപ്പോൾ ഒളിവിലാണ്. 1 മാസമായിട്ടും ഇയാളെ പിടികൂടാൻ സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ ആക്ഷേപകരമായ ഒരു കാര്യമാണ് പോലീസിനെ സംബന്ധിച്ച്. കാരണം ഇത് സംഭവത്തിൻ്റെ ഇങ്ങനെയാണ്. ടോം, ഈ സജീവും അതുപോലെ തന്നെ അതിക്രൂരമായിട്ടുള്ള ആക്രമണമാണ് തിരുവനന്തപുരത്ത് വെച്ച് ആ എസ്റ്റേറ്റിൽ വെച്ച് ജമീല ബീവി എന്ന വീട്ടമ്മയ്ക്ക് നേരിടേണ്ടി വന്നത്. സാമ്പത്തിക തർക്കവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു ഈ രീതിയിലുള്ള അക്രമത്തിലേക്ക് പോലും വഴിവെച്ചത്. പക്ഷേ ഇത് ഓഗസ്റ്റ് 8-ന് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നു. 1 മാസം കഴിഞ്ഞിട്ടും പോലീസ് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്ന ആക്ഷേപം വരുന്നു. എന്തുകൊണ്ടാണ് പോലീസ് ഈ പ്രതിയെ ഇതുവരെയും പിടികൂടാത്തത്, മറ്റ് നടപടികൾ സ്വീകരിക്കാത്തത്? ഇക്കാര്യങ്ങളും പുറത്തു വരേണ്ടതാണ്. വിനീഷ്, ആ സമയം ഇവർ മറ്റ് ആളുകൾ നോക്കി നിൽക്കെയാണ് ഈ രീതിയിൽ ഈ വീട്ടമ്മ ആക്രമണത്തിന് ഇരയാകുന്നത്. ആരുടെ ഭാഗത്തുനിന്നൊരു സഹായം ഉണ്ടായില്ല. മാത്രമല്ല ആ സമയം ഇവർ ചികിത്സ തേടി പോലീസിൽ പരാതിപ്പെട്ടു. പോലീസ് എന്തുകൊണ്ടാണ് ഇയാൾക്കെതിരെ ഇതുവരെയും മറ്റ് നടപടികൾ സ്വീകരിക്കാത്തത്? അത്രയും സ്വാധീനമുള്ള വ്യക്തിയാണോ ഈ പ്രതി? ടോം, പ്രതിക്കായിട്ടുള്ള അന്വേഷണം നടക്കുന്നു എന്നാണ് നമുക്ക് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ സജീവ് എന്ന് പറഞ്ഞ വ്യക്തിക്കെതിരെ മുൻപും കേസുകൾ ഉള്ളതായിട്ടാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. എന്തായാലും പോലീസ് ഈ ഒരു കാര്യത്തിൽ വ്യക്തത വരുത്താനുണ്ട്, കൂടുതൽ വിവരങ്ങൾ തരാനുമുണ്ട്. പോലീസിൽ നിന്ന് നമ്മൾ ഈ വിവരവുമായി ബന്ധപ്പെട്ട്, അത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ വിളിച്ചപ്പോൾ അറിയാൻ കഴിയുന്നത് അന്വേഷണം നടക്കുന്നുണ്ട്, പ്രതിക്കായിട്ടുള്ള അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് മാത്രമാണ് പറയുന്നത്. പക്ഷേ എന്തായാലും ഈ സെപ്റ്റംബർ 4-ാം തീയതിയിലാണ് ഈ വൃദ്ധമാതാവ് പരാതി നൽകുന്നത്. ഇവർ ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അതിനുശേഷമാണ് പരാതി നൽകുന്നത്. പക്ഷേ എന്തായാലും ഈ അക്രമം നടന്ന സമയം മുതൽ ഇയാൾ ഒളിവിൽ പോയിരിക്കുകയാണ്. ഇതുവരെയും ഇയാളെ കണ്ടുകിട്ടിയിട്ടില്ല. ഇയാൾ ഈ പ്രദേശത്ത് ഇവരുമായി ചേർന്ന് ചില ബിസിനസ്സുകൾ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ തടി അവിടെ നിന്നും കടത്തുന്നതുമായി ബന്ധപ്പെട്ട് ചില സാമ്പത്തിക ഇടപാടുകളെല്ലാം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് പരാതിക്കാരിയുടെ ഭർത്താവും ഈ സജീവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതിൻ്റെ തർക്കമാണ് ഈ സജീവ് ഇല്ലാതിരുന്ന ഈ പരാതിക്കാരിയുടെ ഭർത്താവ് ഇല്ലാതിരുന്ന സമയത്താണ് ഈ അക്രമം പോലും നടന്നിരിക്കുന്നത്. അവിടെ നിന്നും തടി മുറിച്ച് ഒരു ലോഡ് അവിടെ നിന്നും കടത്താൻ ഇയാൾ ശ്രമം നടത്തിയെന്നൊരു ആരോപണമുണ്ട്. ഈ ശ്രമം ഈ പരാതിക്കാരിയായ ജലീല തടഞ്ഞു. ഇതിൽ പ്രകോപിതനായ വ്യക്തിയാണ് ഇത്തരത്തിലുള്ള ഒരു അക്രമം നടത്തിയത്. അതിക്രൂരമായിട്ടുള്ള മർദ്ദനം നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. അത്രത്തോളം ഒരു മാതാവിനെ മർദ്ദിക്കുന്നു, അതുപോലെ തന്നെ സ്ത്രീയെ മർദ്ദിക്കുന്നു. തരത്തിലുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. പക്ഷേ ഈ FIR രജിസ്റ്റർ ചെയ്ത് വലിയ രീതിയിലുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്.
നടക്കുന്നുണ്ടെങ്കിലും ഇയാളെ ഇതുവരെയും പിടികൂടാനായിട്ടില്ല എന്നുള്ളത് വളരെ ആക്ഷേപകരമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് പ്രതിയെ പിടികൂടണം എന്നുള്ള വലിയൊരു ആവശ്യം ഈ കുടുംബം അടക്കം മുന്നോട്ട് വെക്കുന്നുണ്ട് കേട്ടോ. വ്യക്തമാണ്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. പോലീസുകാരന്റെ വിവാഹം ഷൂട്ട് ചെയ്ത വീഡിയോഗ്രാഫർ പണം ചോദിച്ചതിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ ക്രൂരമർദ്ദനമേറ്റ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാതെ ഡിവൈഎസ്പി. പോലീസ് ഉപദ്രവത്തിന് തെളിവില്ലെന്ന വാദം ഉന്നയിച്ച ഡിവൈഎസ്പി മർദ്ദനമേറ്റ മുകേഷിന് കിട്ടാനുള്ള മുഴുവൻ തുകയും CPO അനന്തകൃഷ്ണനിൽ നിന്നും വാങ്ങി നൽകിയെന്ന് പറയുന്നു. പോലീസുകാർ മർദ്ദിച്ചതിൽ തെളിവില്ലെന്ന് പറഞ്ഞ ഒറ്റവാക്കിൽ പരാതി തള്ളിയെന്നാണ് ആരോപണം. ഡിവൈഎസ്പിയോട് സംസാരിച്ച സമയത്ത് ഡിവൈഎസ്പി വളരെ ലാഘവത്തോടെയാണ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ലാഘവത്തോടെ എന്ന് പറഞ്ഞാൽ ഡിവൈഎസ്പി ഇതിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, മറ്റു പല സാമൂഹിക കാര്യങ്ങളും പല രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പുള്ളി സംസാരിക്കുന്നത്. ഇതിനെക്കുറിച്ചൊന്നും ഞാൻ പറഞ്ഞു, ഞാൻ അതിനല്ല വന്നത്. ഞാൻ ഇന്നപോലെ എൻ്റെ ഡ്രസ് കോഡ്, എൻ്റെ ഞാനൊരു ഓണറാണെന്നുണ്ടെങ്കിൽ ആ ഒരു അറ്റയറിൽ ഒരു ഡ്രസ് സെൻസിൽ നടക്കണം. ഡ്രസ് സെൻസിൽ ഉണ്ടോ, മുടി നല്ല രീതിയിൽ കട്ട് ചെയ്യണ്ടേ, എന്താണ് ഇങ്ങനെ നടക്കുന്നത്, എന്നെ മർദ്ദിച്ചതിന് തെളിവൊന്നുമില്ലല്ലോ മുകേഷ്, എന്നാലും ഞാൻ അന്വേഷിക്കാം എന്നാണ് ഡിവൈഎസ്പി പറഞ്ഞത്. എന്നാലും ഞാൻ അന്വേഷിക്കാം, മുകേഷ് അന്വേഷിക്കാം. ഞാൻ 1 മാസത്തോളം വെയിറ്റ് ചെയ്തു, ഒരു അന്വേഷണം ഉണ്ടായി. ഈ പൈസ മേടിച്ചു തന്നു കഴിഞ്ഞാൽ ഞാൻ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകില്ല എന്നൊരു തെറ്റായ ധാരണ ഡിവൈഎസ്പിക്ക് ഉണ്ടായിരുന്നിരിക്കണം. നിലവിൽ അന്വേഷണം നടന്നിട്ടില്ല. ഈ ഉണ്ടെങ്കിൽ എന്നെ വിളിപ്പിക്കും, അല്ലെങ്കിൽ ഇത് ആരാണെന്നെങ്കിൽ എനിക്ക് കണ്ടാലറിയാവുന്ന 4 പേരെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ കണ്ടാലറിയാവുന്ന എനിക്ക് അവരെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടൊരു സംവിധാനം, അല്ലെങ്കിൽ ഒരു FIR ഇട്ടൊരു കേസ് മുന്നോട്ട് പോകുന്ന സമയങ്ങളിലായിരിക്കണം ഇത് ആരാ നിന്ന് തല്ലിയതെന്ന് ചോദിക്കുക. അങ്ങനെയൊന്നും ഒരു സംസാര വിഷയം, ഒരു നടപടിക്രമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അവിടെ നിന്ന്. 4000 രൂപ മാത്രമേ നൽകാനാകൂവെന്ന് ആദ്യം നിലപാടെടുത്ത പോലീസ് മർദ്ദന പരാതി ഒഴിവാക്കാനാണ് മുഴുവൻ തുകയും വാങ്ങി നൽകിയതെന്നാണ് സൂചന. ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശരണ്യ, കഴിഞ്ഞ ദിവസം ഈ മുകേഷ് എന്ന യുവാവ് ഇതുമായി ബന്ധപ്പെട്ട് വൈക്കത്തൊരു ASI നടത്തിയ അതിക്രമത്തിൻ്റെ, അതോടൊപ്പം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അയാളുടെ വിവാഹം ഷൂട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഇതിന് തെളിവുകൾ ഒന്നൊന്നായി നമ്മൾ പുറത്തുവിട്ടതാണ്, ഈ യുവാവിൻ്റെ മൊഴിയുള്ളതാണ്. പക്ഷേ അവിടെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ ആരോപണ വിധേയരായ പോലീസുകാരെ സംരക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ മർദ്ദനമേറ്റ യുവാവിൻ്റെ അടുത്ത തീരുമാനം എന്താണ്? നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണോ? മുഖ്യമന്ത്രിക്കും DGPക്കും ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ടോ? സോമെ, കഴിഞ്ഞ 1 വർഷക്കാലമായി തന്റെ കയ്യിൽ നിന്ന് കരാർ എടുത്തുകൊണ്ട് വിവാഹം വീഡിയോഗ്രാഫി ചെയ്യുന്നതിന് വേണ്ടി CPO അനന്തകൃഷ്ണനും അനന്തകൃഷ്ണന്റെ ഭാര്യ വീട്ടുകാരും തന്നെ സമീപിച്ചത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. അതിനുശേഷം ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷം പെൺകുട്ടിയുടെ വീട്ടുകാർ തങ്ങൾക്ക് ആൽബവും ഒപ്പം തന്നെ വിവാഹ വീഡിയോയും വേണ്ട എന്ന് പറഞ്ഞ് കരാറിൽ നിന്ന് മാറുകയായിരുന്നു. ഈ മുകേഷ് തന്നെയാണ് പെൺവീട്ടുകാരുടെയും ഒപ്പം തന്നെ വരന്റെയും വീട്ടുകാരുടെ വീഡിയോഗ്രാഫിയും ഫോട്ടോഗ്രാഫിയും ഇവന്റ് മാനേജ്മെന്റ് ചെയ്യുന്നതിനായി ഏൽപ്പിച്ചിരുന്നത്. എന്നാൽ ഒരു ഘട്ടത്തിൽ, അതായത് ഈ വിവാഹം മുഴുവൻ ചടങ്ങുകൾ പൂർണ്ണമായി കഴിഞ്ഞു, അത് കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ പെൺവീട്ടുകാർ തങ്ങൾക്ക് വീഡിയോ ആവശ്യമില്ല, ഒപ്പം തന്നെ ഫോട്ടോഗ്രാഫിയും വേണ്ട, ചില പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കി. പിന്നീട് ഈ മുകേഷിനെ പണത്തിനായി ഈ വീഡിയോഗ്രാഫിക്കും ഒപ്പം തന്നെ മറ്റ് ഫോട്ടോസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടി സമീപിച്ചത് മുഴുവൻ ഈ CPO അനന്തകൃഷ്ണനാണ്. അനന്തകൃഷ്ണൻ ഒരു ഘട്ടത്തിൽ അനന്തകൃഷ്ണൻ ഇതൊരു ഭീഷണിയുടെ സ്വരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ആ ശബ്ദ സംഭാഷണം നമ്മൾ പുറത്തുവിട്ടിരുന്നു. AR ക്യാമ്പിലാണ് വിവാഹം ചെയ്യുന്ന സമയത്ത് ഇയാൾ ഉണ്ടായിരുന്നത്. പിന്നീട് ജോലിയിൽ പ്രവേശിച്ചെത്താൻ ഉടൻ 1 മാസത്തിനുള്ളിൽ ജോലിയിൽ പ്രവേശിക്കും. പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇതിനെ കൈകാര്യം ചെയ്യുന്ന രീതി ഇതായിരിക്കില്ല എന്നുള്ളതാണ് മുകേഷിനോട് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിരുന്നത്. ആ ശബ്ദ സംഭാഷണം നമ്മൾ പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അനന്തകൃഷ്ണൻ തന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഈ വീഡിയോ വാങ്ങിയെടുക്കുന്നതിനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. അത്തരത്തിൽ വീഡിയോ നൽകിയാൽ പെൺവീട്ടുകാർ ഉൾപ്പെടെ തനിക്ക് നൽകാനുള്ള തുക നൽകുന്ന സാഹചര്യം ഉണ്ടാകും. കാരണം രണ്ടും ഒരു പരിപാടിയുടെ വീഡിയോഗ്രാഫി ആയതുകൊണ്ട് തന്നെ അത് തനിക്ക് പണം കിട്ടാനുള്ള സാധ്യതയില്ലാതാകും, വലിയ നഷ്ടമുണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുകേഷ് ഈ വീഡിയോ നൽകാനായി തയ്യാറാകുന്നത്. തുടർന്ന് വൈക്കം പോലീസ് സ്റ്റേഷനിലേക്ക് ഈ അനന്തകൃഷ്ണന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് വിളിച്ചു വരുത്തുകയും അവിടെ വെച്ചാണ് ഈ മർദ്ദന സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. അതായത് അനന്തകൃഷ്ണന് 32,000 രൂപ കിട്ടാനുള്ള ഇടക്ക് 4,000 രൂപയ്ക്ക് ഈ വീഡിയോ നൽകണമെന്ന് പോലീസ് നിർബന്ധം പിടിച്ചു. ASIയുടെ നേതൃത്വത്തിലുള്ള
സംഘമാണ് അത് പറഞ്ഞത്. അങ്ങനെ ഭീഷണിക്ക് വഴങ്ങിക്കൊണ്ട് മുകേഷ് ഇത് നൽകാൻ പറയുന്ന ഘട്ടത്തിൽ തന്നെ മുകേഷ് പറഞ്ഞു തനിക്ക് കിട്ടാനുള്ള ബാക്കി തുകയെ സംബന്ധിച്ച് പെൺവീട്ടുകാർക്കെതിരെ താൻ പരാതി നൽകും, ആ പരാതി കൂടി പോലീസ് സ്വീകരിക്കണമെന്ന് പോലീസിനോട് അഭ്യർത്ഥിക്കുന്നു. ഇതോടെയാണ് കാര്യങ്ങൾ രംഗം മാറിയത് എന്നുള്ളതാണ് മുകേഷ് വ്യക്തമാക്കുന്നത്. അസഭ്യം വിളിച്ചുകൊണ്ടാണ് ASI ജോർജ് അദ്ദേഹം മുകേഷിനോട് പെരുമാറിയെന്നാണ് മുകേഷ് വ്യക്തമാക്കുന്നത്. അസഭ്യം വിളിക്കരുതെന്ന് പറഞ്ഞ ഘട്ടത്തിലാണ് അകത്തേക്ക് കൊണ്ടുപോയി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നുള്ളതാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കേസുമായി ബന്ധപ്പെട്ട 21-ന് മർദ്ദനം ജൂലൈയിൽ നടക്കുന്നു. 22-ന് തന്നെ വൈക്കം ഡിവൈഎസ്പി വിജയന് അദ്ദേഹം മുകേഷ് പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ പരാതിയിന്മേൽ പോലീസുകാർക്കെതിരെയുള്ള മർദ്ദന പരാതിയിന്മേൽ യാതൊരു നടപടിയും പോലീസ് സ്വീകരിച്ചില്ല. പക്ഷേ ഈ 4000 രൂപയ്ക്ക് സെറ്റിലായ കേസിൽ 32,000 രൂപ, അതായത് ഈ മുകേഷ് കിട്ടാനുള്ള മുഴുവൻ തുകയും വാങ്ങി നൽകിയത് ഒതുക്കി തീർക്കാനുള്ള ശ്രമമാണ് ഡിവൈഎസ്പിയുടെ ഭാഗത്തു നിന്നടക്കം ഉണ്ടായതെന്നുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. മാത്രമല്ല ഈ മർദ്ദനമേറ്റ അന്ന് തന്നെ മുകേഷ് ഒറ്റയ്ക്കാണ് ആ പോലീസ് സ്റ്റേഷനിൽ പോയത്. മർദ്ദനത്തിന് ശേഷം ഇയാൾ നെഞ്ചിന് അസ്വസ്ഥത ഉണ്ടായതിനെ തുടർന്ന് വൈക്കം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ഈ ചികിത്സ തേടിയ ചികിത്സാ രേഖകൾ, അതായത് പോലീസ് മർദ്ദനത്തെ തുടർന്നാണ് ചികിത്സക്കായി എത്തിയതെന്നടക്കമുള്ള കാര്യങ്ങൾ വൂണ്ട് സർട്ടിഫിക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അവിടുന്ന് ആശുപത്രിയിൽ നിന്ന് ഇന്റിമേഷൻ പോയിട്ട് പോലും വൈക്കം പോലീസ് അത് മറച്ചു വെച്ചുകൊണ്ട് അതിനകത്ത് തുടർ നടപടികളിലേക്ക് നീങ്ങിയില്ല എന്നുള്ളതാണ്. ന്യൂസ് 18 വാർത്താ സംഘം ഡിവൈഎസ്പിയോട് ഈ വിഷയത്തെ സംബന്ധിച്ച് ചോദ്യം, അതായത് ഇപ്പോൾ 1.5 മാസങ്ങൾക്ക് ശേഷം നമ്മൾ ഈ വിഷയം അന്വേഷിച്ച് വൈക്കം ഡിവൈഎസ്പിയുടെ അടുത്ത് എത്തുമ്പോഴാണ് അദ്ദേഹം പറയുന്നത് വൂണ്ട് സർട്ടിഫിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഫയലിലുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ ഫയൽ വിളിപ്പിക്കുമ്പോൾ ഫയലിനകത്ത് ഒന്നും വാങ്ങിയിട്ടില്ല എന്ന ഉദ്യോഗസ്ഥർ നമ്മുടെ മുൻപിൽ വെച്ച് തന്നെ വൂണ്ട് സർട്ടിഫിക്കറ്റ് എടുത്തിട്ടില്ല ആശുപത്രിയിൽ നിന്നുള്ള മറുപടിയാണ് ഡിവൈഎസ്പിക്ക് നൽകുന്നത്. അത്തരത്തിൽ പോലീസ് ഒരു പ്രാഥമികമായി പാലിക്കേണ്ട മര്യാദകൾ പോലും ഈ കേസിനകത്ത് നടന്നിട്ടില്ല എന്നുള്ളതാണ്. പണം നൽകാനുള്ള പ്രശ്നമാകുമെന്ന ഘട്ടത്തിൽ, പോലീസുകാർക്ക് പ്രശ്നമാകുമെന്നുള്ള ഘട്ടം വന്നപ്പോൾ ഈ പരാതിക്കാരനായ പണം നൽകാനുള്ള CPOയിൽ നിന്ന് പണം വാങ്ങി ഈ കേസിൽ നിന്ന് തടിയൂരാനാണ് പോലീസ് ശ്രമിച്ചത്. അതേസമയം സ്റ്റേഷനിൽ നിരപരാധിയായ ഒരാൾ മർദ്ദിക്കപ്പെട്ടതിനെ സംബന്ധിച്ചുള്ള യാതൊരു അന്വേഷണവും നടന്നിട്ടില്ല. കേട്ടോ, തീർച്ചയായും. കാരണം അങ്ങനെ പോലീസ് ഉന്നതർ തന്നെ ഈ കേസ് അട്ടിമറിക്കാനുള്ള നീക്കം നടത്തുന്നുണ്ട്. ഇതിൽ തെളിവുകളില്ല എന്ന് പറയും. നമുക്കറിയാം കുന്നംകുളത്തെ സുജിത്ത് ഈ സ്റ്റേഷനിൽ വെച്ച്, അതായത് കസ്റ്റഡി മർദ്ദനത്തിന് ഇരയായ സംഭവം 2 വർഷത്തിന് ശേഷമാണ് അതിൻ്റെ തെളിവുകൾ പുറത്തു വന്നത്, ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഈ മുകേഷിൻ്റെ ഒരു തീരുമാനം എന്താണ്? മറ്റ് നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ആ സ്റ്റേഷനുള്ളിലെ പോലീസ് അതിക്രമത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് മുകേഷ് അപേക്ഷ നൽകിയിട്ടുണ്ടോ? അതിന്മേൽ നടപടി ഉണ്ടാകുമോ ശരണ്യ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ CCTV ആണ്. അതായത് പുറത്തു നിന്ന് മുകേഷിനെ അസഭ്യം ASIയുടെ നേതൃത്വത്തിൽ അസഭ്യം വിളിച്ച ഘട്ടത്തിൽ മുകേഷ് പറഞ്ഞു തെറി വിളിക്കരുത്, അല്ലെങ്കിൽ അസഭ്യം വിളിക്കരുത് എന്ന് പോലീസുകാരോട് തിരിച്ചു പറഞ്ഞതോടെയാണ് അതിന്റെ ഒരു ഈഗോ അവരുടെ ഹർട്ട് തുടങ്ങിയത് എന്നുള്ളതാണ്. തുടർന്ന് പറഞ്ഞു CCTVയിൽ നോക്കിയിട്ട് ഇത്തരത്തിൽ ഞാൻ അസഭ്യം വിളിച്ചില്ലെങ്കിൽ അകത്തു കൊണ്ടുപോയി ഇടിക്കും എന്നാണ് പറയുന്നത്. തുടർന്ന് 4 പോലീസുകാർ ചേർന്ന് ഈ ASIയുടെ നേതൃത്വത്തിൽ മുകേഷിനെ അകത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് മുകേഷ് പറഞ്ഞത്. PROയുടെ റൂമിൽ വെച്ചാണ് മർദ്ദനത്തെ തുടർന്ന് PRO ആ റൂമിൽ നിന്ന് മർദ്ദിക്കുന്ന സാഹചര്യം കണ്ടപ്പോൾ PRO ആ റൂമിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് പോയി എന്ന് അടക്കമുള്ളത് മുകേഷ് വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം നെഞ്ചിന്റെ ഭാഗത്തും വയറിനും ഭാഗത്തുമാണ് മർദ്ദനമേറ്റതെന്നുള്ള വ്യക്തമാക്കുന്നു. മുകേഷിനെ കസേരകൾക്കിടയിലേക്ക് വലിച്ചെറിയുകയായിരുന്നാണ് മുകേഷ് പറഞ്ഞത്. മൊബൈൽ ഫോൺ പൊട്ടിപ്പോയി, കഴുത്തിൽ കിടന്ന രുദ്രാക്ഷമാല വലിച്ചു പൊട്ടിക്കുകയും ചെയ്തു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. ആശുപത്രിയിൽ എത്തിയപ്പോൾ തന്നെ ECG പരിശോധിച്ചപ്പോൾ ECGയിലടക്കം നെഞ്ചുവേദനയെ തുടർന്നാണ് ഇയാൾ ആശുപത്രിയിലേക്ക്, തൊട്ടടുത്ത് തന്നെയാണ് വൈക്കണ്ട ആശുപത്രി, അവിടേക്ക് ഈ ചെറുപ്പക്കാരൻ നടന്നു പോയത്. അവിടെ ECG വേരിയേഷൻ അടക്കം ആ ചികിത്സാ രേഖകളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല ഇതിനകത്ത് ഇങ്ങനെ ഒരു ഗൗരവമുള്ള ഒരു വിഷയം പോലീസുകാരെ സംബന്ധിച്ച് വന്നിട്ടും നമ്മൾ ഡിവൈഎസ്പിയോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് CCTV ദൃശ്യങ്ങൾ ഇല്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ PROയുടെ റൂമിലേക്ക് കൊണ്ടുപോയത് പോലും അവിടെ CCTV ഇല്ലാത്ത ഭാഗത്തേക്ക് മുകേഷിനെ കൊണ്ടുപോയതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നാലും ഇതെല്ലാം മുകേഷ് CCTV ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകാൻ തന്നെയാണ്, അല്ലെങ്കിൽ വിവരാവകാശ നൽകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്കും പരാതി നൽകുമെന്നുള്ളതാണ്. ഇതിൽ വിചിത്രമായ ഒരു സംഭവം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഡിവൈഎസ്പി വിജയനുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളാണ്. അതായത് ഈ ചെറുപ്പക്കാരൻ നമ്മളോട് പറഞ്ഞിരുന്നു തന്റെ വസ്ത്രധാരണം, തന്റെ ഹെയർ സ്റ്റൈല്, ഇതൊക്കെ ആ പോലീസുകാരൻ ഡിവൈഎസ്പി തന്നെ പരാതിയുമായി മർദ്ദിച്ചു എന്ന് പരാതിയുമായി ചെയ്ത തന്നെ അദ്ദേഹം
ഉപദേശിക്കുന്ന രീതിയിലാണ് ലാഘവത്തോടെയാണ് സംസാരിച്ചത്. ഈ വസ്ത്രധാരണം കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ തേക്കാത്ത ഷർട്ട് ഇട്ടുകൊണ്ട് ചെന്നത് കൊണ്ട് ഈ ഒരു സ്ഥാപനത്തിന്റെ ഉടമയാണ് മുകേഷ് എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് കുറച്ചുകൂടി നല്ല വസ്ത്രങ്ങൾ ധരിക്കണം എന്ന് ഒരു സാധാരണ ചെറുപ്പക്കാരനാണ്. വാടകയ്ക്ക് ഈ സാധനങ്ങളെല്ലാം വാങ്ങിയാണ്, ക്യാമറ ഉൾപ്പെടെ വാടകയ്ക്ക് എടുത്താണ്, റെന്റിനെടുത്താണ് ഈ കാര്യങ്ങളൊക്കെ മുകേഷ് ചെയ്തു വരുന്നത്. അപ്പൊ അയാളോട് പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. ഇത് മുകേഷ് നമ്മളോട് പറഞ്ഞിരുന്നു. നമ്മൾ ഡിവൈഎസ്പി ഓഫീസിലെത്തി ഡിവൈഎസ്പി വിജയനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം നമ്മളോടും ഇതേ കാര്യങ്ങൾ തന്നെ പറയുന്നു എന്നുള്ളതാണ് കൗതുകരമായി തോന്നിയത്. കാരണം ഒരാളുടെ വസ്ത്രധാരണം, അയാളുടെ ഹെയർ സ്റ്റൈൽ, അല്ലെങ്കിൽ അയാൾ ഒരു സാധാരണ ഒരു തൈക്കാട്ടുശ്ശേരി എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നിന്ന് കഴിവുകൾ കൊണ്ട് മാത്രം വന്നൊരു ചെറുപ്പക്കാരനാണ് മുകേഷ്. അപ്പോൾ അദ്ദേഹം എടുത്ത പല ദൃശ്യങ്ങളും വലിയ തോതിൽ നവമാധ്യമങ്ങൾ വൈറലാകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ രീതിയിൽ ഉള്ള ഒരു പ്രതികരണം ആണ് ഡിവൈഎസ്പിയുടെ ഭാഗത്ത്. അത് നമ്മളോടും ഡിവൈഎസ്പി പറഞ്ഞു എന്നുള്ളതാണ്. വസ്ത്രധാരണം, മുകേഷിന്റെ വസ്ത്രധാരണം കണ്ടാൽ മുകേഷ് ഒരു സ്ഥാപനത്തിന്റെ ഉടമയാണെന്ന് മനസ്സിലാക്കില്ല. അത് മാത്രമല്ല, ഇങ്ങനെയൊന്നും അല്ല, കുറച്ചുകൂടി സ്മാർട്ട് ആവണം എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം നമ്മളോടും പറയുന്നു. ഇത് എങ്ങനെ? അപ്പോ നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ പരാതി മുകേഷ് എത്തിയിരിക്കുന്നത് 4 പോലീസുകാർ ചേർന്ന് തന്നെ മർദ്ദിച്ചു, ASIയുടെ നേതൃത്വത്തിൽ 4 പോലീസുകാർ ചേർന്ന് തന്നെ മർദ്ദിച്ചു എന്നുള്ള രണ്ടാമത് മാത്രമാണ് അയാൾക്ക് കിട്ടാനുള്ള പണത്തെക്കുറിച്ച് അയാൾ സൂചിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ആദ്യത്തെ വളരെ ഗൗരവമുള്ള ഭാഗം പോലീസ് ബോധപൂർവം മറച്ചുകൊണ്ട് ഏറ്റവും ഒടുവിലത്തെ വിഷയം സെറ്റിൽ ചെയ്ത് ആ പൈസ വാങ്ങി മുകേഷ് പോകുമെന്നുള്ളൊരു ധാരണയായിരുന്നു വൈക്കം പോലീസിന്റെ, പ്രത്യേകിച്ച് ഡിവൈഎസ്പിയുടെ ഒക്കെ നേതൃത്വത്തിൽ അവർക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. എന്തായാലും അങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ഒരിക്കൽ പോലും പോലീസ് സ്റ്റേഷനിൽ കയറുകയോ ഒരു പെറ്റി കേസ് പോലും ഇല്ലാത്ത ഒരാളാണ് താൻ. താൻ അവിടെ കിടന്ന് ഇടിമേടിച്ചത് എന്നുള്ളതാണ് മുകേഷ് പറയുന്നത്. അത് തനിക്ക് വലിയൊരു ട്രോമ തന്നെയാണ് തനിക്ക് ഉണ്ടായിട്ടുള്ളത്. തന്റെ ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ ബാധിക്കുമോ എന്ന് കരുതിയാണ് ഇത്രയും നാൾ മിണ്ടാതിരുന്നത്. പക്ഷേ ഇപ്പോൾ 1.5 മാസമായിട്ടും പോലീസിന്റെ ഭാഗത്ത് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകുമെന്നാണ് ആ ചെറുപ്പക്കാരൻ വ്യക്തമാക്കുന്നത്. നടപടി സ്വീകരിക്കണം. ഈ രീതിയിൽ ആ യുവാവിനെ ക്രൂരമായി തല്ലിച്ചതച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ തയ്യാറാകണം. സ്പോട്ട് ലൈവിലേക്ക് മടങ്ങിയെത്താം. ഇടവേള. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസിൽ 20കാരൻ അറസ്റ്റിൽ. കാസർഗോഡ് കൊടവലത്തെ ദേവാനന്ദനെയാണ് വളപട്ടണം പോലീസ് അറസ്റ്റ് ചെയ്തത്. ആത്മഹത്യക്ക് ശ്രമിച്ച 15കാരിയെ ഗുരുതരാവസ്ഥയിൽ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലോഡ്ജിൽ താമസിപ്പിച്ചതിന് ശേഷം ദേവാനന്ദൻ വിവാഹ വാഗ്ദാനത്തിൽ നിന്നും പിന്മാറിയതിൽ മനംനൊന്ത് പെൺകുട്ടി എലിവിഷൻ കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതോടെയാണ് സംഭവം പുറത്തറിയുന്നത്. വിവരങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഈ സമൂഹ മാധ്യമങ്ങൾ വഴി പരിചയപ്പെട്ട് പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി ഒരു ലോഡ്ജിൽ താമസിപ്പിക്കുന്നു, അതിനുശേഷം ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു. പക്ഷേ ആ വിവാഹ വാഗ്ദാനത്തിൽ നിന്നും പിന്മാറിയതോടെ ഈ പെൺകുട്ടി മാനസികമായി തകർന്നു. അതോടെ ആത്മഹത്യക്ക് ശ്രമിച്ചു. ഈ സംഭവം എങ്ങനെയാണ് പുറത്തു വരുന്നത്? ഈ പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ ആരോഗ്യനില എങ്ങനെയാണ്? ടോമേ, നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് ഡേറ്റിംഗ് ആപ്പ് വഴി കൗമാരക്കാരെ ലക്ഷ്യപ്പെടുന്ന വലിയൊരു സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്ന വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണെങ്കിൽ അതിന് സമാനമായ രക്ഷിതാക്കൾ ഏറെ ഭയപ്പെടേണ്ട അതിന് സമാനമായ ഒരു വാർത്തയാണ് വീണ്ടും കാസർഗോഡ് നിന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. അതായത് അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ 20 വയസ്സുകാരനായ ദേവനന്ദൻ എന്ന് പറയുന്ന ഒരു കുട്ടി, ഈ 17 വയസ്സുകാരിയായ വളപട്ടത്ത് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെടുകയും പിന്നീട് ഈ കാഞ്ഞങ്ങാടേക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് കാഞ്ഞങ്ങാടേക്ക് വരാൻ ഈ കുട്ടി ആവശ്യപ്പെടുകയും കാഞ്ഞങ്ങാട് വരികയും ചെയ്തു. പിന്നീട് പല സ്ഥലങ്ങളിലും ഇവർക്ക് ഇറങ്ങിയതിനു ശേഷം ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് 2 ദിവസം അവിടെ താമസിക്കുന്നു. വീട്ടുകാരോട് സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് ഈ പെൺകുട്ടിക്ക് ഇത്തരത്തിൽ വരുന്നത്. അത് വീട്ടുകാർ വിശ്വസിക്കുന്നു. കാരണം ആ പെൺകുട്ടിക്ക് ഒരു സുഹൃത്ത് ഈ കാഞ്ഞങ്ങാട് ഭാഗത്തുണ്ടെന്നാണ് പറയുന്നത്. എന്നാലും ഈ 2 ദിവസം ലോഡ്ജിൽ താമസിച്ചതിന് ശേഷം ഈ പെൺകുട്ടി തിരിച്ച് അവരുടെ വീട്ടിലേക്ക് തന്നെ പോയതിനു ശേഷം ഈ യുവാവിനെ 20 വയസ്സുകാരനായ വിദ്യാർത്ഥിയോട് തന്നെ വിവാഹം കഴിക്കണമെന്ന് ഈ പെൺകുട്ടി ആവശ്യപ്പെടുന്ന സാഹചര്യമാണ് പിന്നീട് ഉണ്ടായത്. വിവാഹം കഴിക്കാൻ കഴിയില്ല എന്ന് ഈ കൊടവലം സ്വദേശിയായ ദേവനന്ദൻ വ്യക്തമാക്കിയതോടെ
എത്തിയതോടെ എലിവിഷം കഴിച്ച് ഇത്തരത്തിൽ ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയാണ് ഈ കുട്ടിയുള്ളത്. ഈ കുട്ടിയെ വിശദമായി മൊഴി രേഖപ്പെടുത്തിയപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്, ഇത്തരം സംഭവങ്ങളൊക്കെ പുറത്തു വരുന്നത്. അതായത് ഇൻസ്റ്റാഗ്രാം വഴിയാണ് കൊടബലം സ്വദേശിയായ ഈ ദേവനന്ദനെ പരിചയപ്പെടുന്നത്. പിന്നീട് തങ്ങൾ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ പോയിട്ടുണ്ടെന്ന കാര്യവും, ഒപ്പം കാഞ്ഞങ്ങാട് ഇത്തരത്തിൽ ലോഡ്ജിൽ 17 വയസ്സായ ഒരു കുട്ടിക്കാണ് ഈ ലോഡ്ജിൽ മുറി കൊടുക്കുന്നതെന്നതാണ് മറ്റൊരു പ്രധാന ഗൗരവമുള്ള ഒരു സംഭവം. എന്തായാലും ഈ സംഭവങ്ങളെല്ലാം വിരൽ ചൂണ്ടുന്നത് രക്ഷിതാക്കളുടെ അശ്രദ്ധ തന്നെയാണ്. നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് വലിയ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ ഇത്തരത്തിലുള്ള ചതി കെണികൾ ഒരുപാട് ഈ കാലഘട്ടത്തിൽ നടക്കുന്നു എന്നതാണ്. എന്തായാലും ഈ സംഭവത്തിൽ പോലീസ് ഇപ്പോൾ ഈ ദേവനന്ദനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. പോലീസ് ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഈ പെൺകുട്ടിയുടെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റാർക്കെങ്കിലും ഇത്തരത്തിൽ പല സംഭവങ്ങളും ഇത്തരം വാർത്തകൾ നമ്മൾ കാണുന്നത് ഒന്നിൽ കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ പെൺകുട്ടികളെ ചതിക്കുഴിയിൽ വരുത്തി ലൈംഗികമായി പീഡിപ്പിക്കുന്ന ഒക്കെ കാര്യങ്ങളാണ്. ഏതായാലും അത്തരം കാര്യങ്ങൾ പോലീസ് ഇതിൽ പരിശോധിക്കുന്നുണ്ട്. ഈ പെൺകുട്ടി ഇപ്പോൾ അപകടനില തരണം ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് ഈ മൊഴിയൊക്കെ രേഖപ്പെടുത്തിയത്. മൊഴി രേഖപ്പെടുത്തിയതോടുകൂടിയാണ് ഇതിൽ ഞെട്ടിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും പുറത്തു വരുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ ഒരുമിച്ച് പല സ്ഥലങ്ങളിലും പോകാറുണ്ട്. ഏറ്റവും ഒടുവിലായി കാഞ്ഞങ്ങാട് ഇത്തരത്തിൽ ലോഡ്ജിൽ 2 ദിവസം മുറിയെടുത്ത് താമസിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഈ പെൺകുട്ടി വിവാഹ അഭ്യർത്ഥന നടത്തുകയായിരുന്നു. അതായത് ഇയാൾ വിവാഹ വാഗ്ദാനം നൽകിയാണ് കാരണം ഒരു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ 2 ദിവസത്തോളം കാണാനില്ലാത്ത സാഹചര്യം. കാരണം 2 ദിവസത്തോളം അവർ ലോഡ്ജിൽ താമസിച്ചെങ്കിൽ എന്തുകൊണ്ടാണ് അവരുടെ കുടുംബം അതറിയാതിരുന്നത്? അവർ പരാതി നൽകിയിരുന്നില്ലേ? എന്താണ് പുറത്തു വരുന്ന വിവരം? ടോമെ, ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞാണ് ഈ പെൺകുട്ടി ഇത്തരത്തിൽ പുറത്തിറങ്ങുന്നത്. 2 ദിവസമാണ് അത്. ഇതിന് വാർത്തയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത് തന്നെയാണ് ഈ സംഭവത്തിന്റെ. കാരണം 2 ദിവസമാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഫോൺ വിളിക്കുമ്പോഴൊക്കെ ഈ സുഹൃത്ത് ആരാണെന്ന് രക്ഷിതാക്കൾക്ക് അറിയുന്നില്ല, അവരെ ബന്ധപ്പെടുന്നില്ല. തങ്ങളുടെ മക്കൾ എവിടെ പോയി അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു എന്ന് പോലും 2 ദിവസം അറിയാൻ ശ്രമിക്കുന്നില്ല എന്നതാണ് ഇതിൽ ഏറ്റവും ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ഓരോ ദിവസവും ഏറി വരുന്നത് വലിയ ആശങ്കയാണ് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത്, പ്രത്യേകിച്ച് ഈ മാതാപിതാക്കൾക്ക്. കാരണം വലിയ തിരക്കുള്ള ആളുകൾ, ഈ രക്ഷിതാക്കൾക്കൊക്കെ വലിയ തിരക്ക്, മക്കളെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. അതിനിടയിലാണ് ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഏതായാലും ഈ കുട്ടി അപകടനില തരണം ചെയ്തു എന്നത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത്. ഈ കുട്ടിയെ വിശദമായും ഈ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ട് മാത്രമാണ് ഇത്തരം സംഭവം നടന്നത്. ഈ ദേവനന്ദിനി ഇത്തരത്തിൽ മറ്റു പെൺകുട്ടികളെ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത്തരം സംഭവം നടന്നിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഈ കേസിൽ പോലീസ് വളപട്ടണം പോലീസാണ് ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കാരണം ഈ പെൺകുട്ടിയുടെ വീട് വളപട്ടണം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ്. ഒരു വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന പെൺകുട്ടിയാണ് ഇത്തരത്തിൽ ചൂഷണത്തിന് ഇരയായിരിക്കുന്നത്. ഇനി ഏതെങ്കിലും തരത്തിൽ ലൈംഗികമായ മറ്റ് പീഡനമൊക്കെ നടന്നിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും ഈ കുട്ടിക്ക് വിവാഹ വാഗ്ദാനം നൽകിയാണ് ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയതും ഒപ്പം ലോഡ്ജിൽ താമസിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായെന്ന് ഈ കുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. ഈ ദേവനന്ദനോട് വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതിൽ നിന്ന് പിന്മാറിയ മനോവിഷമത്തിലാണ് എലിവിഷം കഴിച്ചതെന്നും ഈ കുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. ഏതായാലും ഇതിൽ കൂടുതൽ അന്വേഷണം പോലീസ് ഇപ്പോൾ നടത്തുന്നുണ്ട്. വ്യക്തമാണ്. കാസർഗോഡ് നിന്ന് KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് ഹൈക്കോടതി. സ്വർണ്ണപ്പാളിയുടെ ഭാരം കുറഞ്ഞതിൽ അന്വേഷണം വേണം. ദേവസ്വം വിജിലൻസ് അന്വേഷിച്ച് 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്നാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 42 കിലോ ഉണ്ടായിരുന്ന സ്വർണം 38 കിലോ ആയത് എങ്ങനെയെന്നും കോടതി ചോദിച്ചു. ആജ്ഞ രവീന്ദ്രൻ ചേർന്നുണ്ട് വിവരങ്ങളുമായി. ആജ്ഞ, എന്താണ് ഹൈക്കോടതിയിൽ സംഭവിച്ചത്? കഴിഞ്ഞ കുറേ ദിവസമായി സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഹർജി കോടതി നിരന്തരം പരിഗണിച്ചു വരികയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ 2019 മുതലുള്ള മഹസർ കോടതിയിൽ ഹാജരാക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടത്. ആ മഹസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതനുസരിച്ചിട്ടാണ് നേരത്തെ സ്വർണം പൂശാൻ കൊണ്ടുപോയ സാഹചര്യത്തിൽ തിരിച്ചെത്തിച്ചപ്പോൾ സ്വർണ്ണപ്പാളിയുടെ തൂക്കം 42 കിലോഗ്രാമിൽ നിന്ന് 38 കിലോഗ്രാമായി കുറഞ്ഞു എന്ന് രേഖപ്പെടുത്തി കണ്ടത്. ഇത് ഇന്ധനമൊന്നുമല്ലല്ലോ ഇത്തരത്തിൽ കുറഞ്ഞു പോകാനെന്നാണ് കോടതി ചോദിച്ചത്. ആ ഒരു സാഹചര്യത്തിൽ 4.5 കിലോഗ്രാമോളം സ്വർണം കുറഞ്ഞ്, അതായത് പാളിയുടെ തൂക്കം, അത് ചെമ്പിൻ്റെ മുകളിൽ സ്വർണം പൂശിയതാണ്, അതിൻ്റെ തൂക്കം എങ്ങനെയാണ് കുറഞ്ഞത്, അത് കൃത്യമായി അറിയിക്കണമെന്നാണ് കോടതി ആവശ്യപ്പെട്ടത്. ദേവസ്വം ബോർഡിനോട് തന്നെയാണ് അത് ഏത് സാഹചര്യത്തിലാണ് അതിൽ കുറവ് വന്നത് എന്ന് അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത്. അതേസമയം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട്, ഈ ഹർജിയുമായി ബന്ധപ്പെട്ട്
വിജിലൻസ് ഓഫീസർ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി 3 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാനും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. 3 ആഴ്ചയ്ക്ക് ശേഷം ഹർജി വീണ്ടും പരിഗണിക്കണമെന്നാണ് ദേവസ്വം ബെഞ്ച് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സ്വർണ്ണപ്പാളിയെ ഹൈക്കോടതിയുടെ ഉത്തരവില്ലാതെ അറ്റകുറ്റപ്പണികൾക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സംഭവത്തിൽ അടിയന്തരമായി സ്വർണ്ണപ്പാളി തിരിച്ചെത്തിക്കണമെന്നായിരുന്നു കോടതിയുടെ ഉത്തരവ്. അതേസമയം സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണികൾക്കായി ഒരുക്കിയെന്നും അതുകൊണ്ട് അടിയന്തരമായി എത്തിക്കാൻ കഴിയില്ല എന്നും ദേവസ്വം ബോർഡ് കോടതിയെ അറിയിക്കുന്ന സാഹചര്യത്തിലാണ് അടിയന്തരമായി സ്വർണ്ണപ്പാളികൾ എത്തിക്കേണ്ടത്. അതാണ് ഏറെ ഗൗരവമുള്ള വിഷയം. കാരണം കോടതിയുടെ നിർദ്ദേശം ലംഘിച്ചുകൊണ്ടാണ് അറ്റകുറ്റപ്പണിക്കായി ഈ സ്വർണ്ണപ്പാളി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. ഇത് ആരുടെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായത്? ഇത് അന്വേഷണം ഏത് തലങ്ങളിലേക്കായിരിക്കും നീങ്ങുക? ആജ്ഞ ഇത് ടോം, ശബരിമല അയ്യപ്പൻ മൈനറാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ദേവസ്വം കമ്മീഷണർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയാണ് ശബരിമലയിൽ നടത്തുന്ന എല്ലാ തരത്തിലുള്ള അറ്റകുറ്റപ്പണികളുടെയും മേൽനോട്ടം ഹൈക്കോടതിക്കാണ്. ഹൈക്കോടതിയുടെ അറിവോടുകൂടി മാത്രമേ ഇത്തരം സ്വത്തുവകകൾ, അത് അയ്യപ്പന്റെ സ്വത്തുവകകൾ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. അത് ശ്രീകോവിൽ സംബന്ധിച്ചിട്ടുള്ള, ശബരിമലയിൽ സംബന്ധിച്ചിട്ടുള്ള, അതല്ലെങ്കിൽ ദേവസ്വം ബോർഡുമായി സംബന്ധിച്ചിട്ടുള്ള എല്ലാ ദൈവങ്ങളെയും സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശം അങ്ങനെ തന്നെയാണ്. അതായത് ദൈവങ്ങൾ മൈനറാണ്. അതുകൊണ്ട് തന്നെ കോടതിയുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ അറ്റകുറ്റപ്പണികളായാലും അതല്ലെങ്കിൽ പുറത്തേക്ക്, ശബരിമലയുടെ പുറത്തേക്ക് കൊണ്ടുപോയി നടത്തുന്ന അറ്റകുറ്റപ്പണികൾക്കൊക്കെ ഹൈക്കോടതിയുടെ ഉത്തരവ് വേണം. ആ ഉത്തരവ് തേടിയില്ല. അത് ദേവസ്വം കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ശബരിമലയിൽ ഇത്തരത്തിൽ അറ്റകുറ്റപ്പണികൾക്കായി സ്വർണ്ണപ്പാളി ചെന്നൈയിലേക്ക് കൊണ്ടുപോയി എന്ന കാര്യത്തിൽ ഹൈക്കോടതി ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് വലിയ വിമർശനം കോടതി ദേവസ്വം ബോർഡിന് മുൻപാകെ ഉന്നയിച്ചപ്പോഴാണ് അത് തിരുവാഭരണ കമ്മീഷന്റെ നിർദ്ദേശത്തോടു കൂടിയാണ് കൊണ്ടുപോയത് എന്നാണ് നേരത്തെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും സംസാരിച്ചത്. അങ്ങനെയാണ്. അത് തിരുവാഭരണ കമ്മീഷന്റെ അനുമതിയോട് കൂടിയാണ് കൊണ്ടുപോയത്. വിജിലൻസ് ഓഫീസറുടെ അനുമതിയോട് കൂടിയാണ്, അവരുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെയാണ് കൊണ്ടുപോയത്. പക്ഷേ ഹൈക്കോടതിയിൽ നിന്നും അനുമതി വാങ്ങണം എന്നുള്ള കാര്യം നിർബന്ധമായിരുന്നു എന്ന് അറിയില്ല എന്ന് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും അല്പം മുമ്പ് പറഞ്ഞിരുന്നത് അങ്ങനെയാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും അത് കൃത്യമായ ശബരിമലയുടെ നോംസിലുള്ളതാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇത്തരത്തിലുള്ള അറ്റകുറ്റപ്പണികൾ നടത്താവൂ എന്നുള്ളത്. അതേസമയം സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് ഭക്തന്മാർ നാണയങ്ങൾ എറിഞ്ഞ് അതിൽ നിരവധി കേടുപാടുകൾ സംഭവിച്ചു. അതുകൊണ്ട് ആ കേടുപാടുകൾ പരിഹരിക്കാനാണ് അടിയന്തരമായി സ്വർണ്ണപ്പാളി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. നേരത്തെ സ്വർണ്ണപ്പാളി അവിടെ തന്നെ ആയിരുന്നു ഈ സ്വർണ്ണപ്പൂശിയ പ്രൊസീജിയർ നടത്തിയിരുന്ന അവിടെ തന്നെ. അവിടേക്ക് തന്നെയാണ് കൊണ്ടുപോയത്. അത് ഈ സ്പോൺസറുടെ തന്നെ ചിലവിൽ വീണ്ടും സ്വർണം പൂശുന്ന സാഹചര്യത്തിലേക്ക് തന്നെയാണ് പോയിട്ടുള്ളത് എന്നാണ് ദേവസ്വം ബോർഡ് കോടതിയെ അറിയിച്ചത്. ദേവസ്വം ബോർഡ് ആ ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതിയിൽ മാപ്പ് പറഞ്ഞിരുന്നു. എന്നിരുന്നാൽ പോലും ഈ മഹസർ കഴിഞ്ഞ ദിവസമാണ് കോടതിയിൽ ഹാജരാക്കിയത്. 2019 മുതലുള്ള എല്ലാ രേഖകളും ഹാജരാക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടത്. 1999 മുതൽ ഇങ്ങോട്ടാണ് സ്വർണ്ണപ്പാളി, അതായത് ദ്വാരപാലക ശില്പത്തിന് മേൽ പാളി ഉണ്ടാകുന്നത് അങ്ങനെയാണ്, പാളി നിർമ്മിക്കുന്നത് അങ്ങനെയാണ്. ആ ഒരു കാലഘട്ടം മുതൽ ഇങ്ങോട്ട് ചെമ്പുപാളിയിൽ സ്വർണം പൂശുന്ന സാഹചര്യത്തിലേക്ക് വരികയും അത് 2 തവണ നേരത്തെയും 2 തവണ സ്വർണം പൂശിയിരുന്നതാണ്. ആ ഒരു സാഹചര്യത്തിലാണ് 42 കിലോഗ്രാം തൂക്കമുണ്ടായിരുന്ന സ്വർണ്ണപ്പാളി എങ്ങനെയാണ് 38 കിലോഗ്രാമായി കുറഞ്ഞത്? ഈ മഹസർ പരിശോധിച്ച ശേഷമാണ് കോടതി ദേവസ്വം ബോർഡിനോട് ചോദിച്ചത്. എന്തായാലും വിജിലൻസ് ഓഫീസർ ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് 3 ആഴ്ചയ്ക്ക് എന്താണ് ആ 4 കിലോ സ്വർണം എവിടെ പോയി? ഇത് കണ്ടെത്താൻ വേണ്ടിയാണ് ഹൈക്കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ആർക്കാണ് ഇവിടെ വീഴ്ച സംഭവിച്ചത് എന്ന കാര്യത്തിൽ അതോടെ ഒരു തീരുമാനമുണ്ടാകും, ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ച ഉണ്ടായെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ. സംഭവം അതീവ ഗൗരവത്തോടെ കാണുന്നു. റിപ്പോർട്ട് ലഭിച്ച ഉടൻ തന്നെ കർശന നടപടി സ്വീകരിക്കും. ചികിത്സാ പിഴവിന് ഇരയായ യുവതിയുടെ പരാതിയിൽ അന്വേഷണം നടക്കുകയാണ്. യുവതിക്ക് വിദഗ്ധ ചികിത്സ സൗജന്യമായി ഉറപ്പുവരുത്തും. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗൈഡ് വയർ നീക്കുന്നതിൽ തീരുമാനമായെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. അമീബിക് മെനഞ്ചോ എൻകഫലൈറ്റിസ് സംബന്ധിച്ച് ഈ സഭയിൽ ചർച്ച ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടതിന്റെ ഉദ്ദേശം രാവിലെ തന്നെ ഞാൻ വ്യക്തമാക്കിയിരുന്നു. സർ, ഇത് സംബന്ധിച്ച് തെറ്റായ പല പ്രചരണങ്ങളും വളരെ ആസൂത്രിതമായി നടക്കുന്നതുകൊണ്ട് ബഹുമാനപ്പെട്ട ഈ സഭയും കേരളത്തിലെ പൊതുസമൂഹവും ഇത് സംബന്ധിച്ച് ഉൾപ്പെടെയുള്ള ഇതും കേരളത്തിന്റെ സർക്കാർ ആരോഗ്യ സംവിധാനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് സർ ഈ സഭയിൽ ഇത് ചർച്ച ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടത്. സർ, ഇന്ന് പ്രതിപക്ഷത്ത് നിന്ന് സംസാരിച്ച ബഹുമാന്യരായിട്ടുള്ള എല്ലാ MLA മാരുടെയും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള
അംഗങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും സർ. കേരളത്തിന്റെ സർക്കാർ സംവിധാനങ്ങളെ അടച്ച് ആക്ഷേപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമം നിർഭാഗ്യകരമായി കേരളത്തിന്റെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും സർ. എന്നെ അമ്പരപ്പിച്ചതും ദുഃഖിപ്പിച്ചതും പെരിന്തൽമണ്ണ അംഗം, ബഹുമാന്യനായിട്ടുള്ള പെരിന്തൽമണ്ണ അംഗം, അദ്ദേഹത്തിന്റെ ഒരു വാചകമാണ് സർ. അദ്ദേഹം ഈ സഭയിൽ പറയുകയാണ് സർക്കാർ ആശുപത്രികളെക്കാൾ ചെലവ് കുറവ് പുറത്താണ് എന്നുള്ളത്. സർ, ആരെ സഹായിക്കാനാണ് സർ അത്? സാർ, കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ പ്രസവം നടക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുകയാണ് സർ. അദ്ദേഹം അത് പിൻവലിക്കണം സർ. ഈ സംവിധാനം എന്നുള്ളത് സർ, സർ, ശിശുമരണ നിരക്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം സഭയിൽ പറഞ്ഞു, കേരളം അമേരിക്കൻ ഐക്യനാടുകളെക്കാൾ മികച്ച നിലയിൽ എത്തി എന്നുള്ളത് നമ്മളെ പോലെയുള്ള ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ് സർ. അത് അഭിമാനമാണ് എന്ന് പറയുന്നതിൽ എന്തുകൊണ്ടാണ് കേരളത്തിന്റെ പ്രതിപക്ഷത്തിന് ഒരു അപമാനം ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ആ അപമാനം ഉണ്ടാകുന്നതിന്റെ കാരണം എനിക്ക് മനസ്സിലായി സാർ. എന്താണെന്ന് അറിയുമോ? UDFന്റെ കാലഘട്ടത്തിൽ ശിശുമരണ നിരക്ക് 12 ആയിരുന്നു. 12-ൽ നിന്നാണ് 5 എന്നുള്ള നിരക്കിലേക്ക് ശിശുമരണ നിരക്ക് കേരളത്തിൽ എത്തിയത്. സാരംഗ്, സാധാരണ ഇപ്പിന്റെ ഭാഗത്തുനിന്ന് പല ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ട്. നിരവധി ചികിത്സാ പിഴവുകളെ കുറിച്ചുള്ള വാർത്തകൾ നിരന്തരം നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുള്ളതാണ്. പക്ഷെ അവിടെയൊക്കെ ഒരുപക്ഷെ സിസ്റ്റത്തിന്റെ വീഴ്ച എന്നൊക്കെ പറഞ്ഞ് കൈയൊഴിയാൻ ശ്രമിക്കും മന്ത്രി. അതല്ലെങ്കിൽ വീഴ്ച വരുത്തിയ ഡോക്ടർമാരെ സംരക്ഷിക്കുന്ന സമീപനമാണ് പലപ്പോഴും ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷെ ഇവിടെ ഈ വിഷയത്തെ ഗൗരവമായി കാണുന്നുണ്ട്. കാരണം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വന്ന ഒരു സംഭവം കൂടിയാണ്. എന്താണ് മന്ത്രി ഇന്ന് നിയമസഭയിൽ വ്യക്തമാക്കിയത് സാരംഗ്? തീർച്ചയായിട്ടും അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് മന്ത്രിയുടെ ഇങ്ങനെ ഒരു പ്രതികരണം വന്നത്. കാരണം ഈ ഒരു കാലതാമസം, അതായത് ഇങ്ങനെ ചികിത്സാ പിഴവ് സംഭവിച്ചു, അതായത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു ചികിത്സാ പിഴവെന്ന് മറ്റു ഡോക്ടർമാർ വിലയിരുത്തുമ്പോൾ പോലും അത് മറച്ചു വെച്ചുകൊണ്ട് ഈ ഒരു ചികിത്സ നിഷേധിക്കുന്നതും ഒപ്പം തന്നെ ഇത് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ പുറത്തേക്ക് എടുത്തു കളയാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലനിന്നിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും അതിന് മുതിരാതെ അത് കുഴപ്പമില്ല എന്ന തരത്തിലൊക്കെ രോഗിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഇപ്പോൾ നിലവിൽ അത് പുറത്തേക്ക് എടുക്കുക എന്ന് പറയുന്നത് വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. അപ്പോൾ അതൊരു ഈ ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയത് കൊണ്ട് തന്നെയാണ് ഈ മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായത്. അതായത് ചെറുപ്പക്കാരിയാണ് യുവതി, മാത്രമല്ല ഈ ഒരു ചെറിയ കുട്ടികളടക്കം മക്കളടക്കമുണ്ട്. ഇത്തരത്തിൽ ജോലിക്ക് പോകാനടക്കം കഴിയുന്നില്ല എന്നൊക്കെയുള്ള നിരവധി പ്രശ്നങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. ഈ ഒരു ഗൈഡ് വെയർ, അതായത് നെഞ്ചു മുതൽ ഏകദേശം കാലിന്റെ തുടക്കഭാഗം വരെ നീണ്ടു നിൽക്കുന്ന തരത്തിലാണ് ഗൈഡ് വെയർ കുടുങ്ങി കിടക്കുന്നത്. മാത്രമല്ല ഹൃദയം വഴി കയറി ഇറങ്ങിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ ഇത് ഗൈഡ് വെയർ അവിടെ നിന്ന് ഊരി മാറ്റുക അല്ലെങ്കിൽ ശസ്ത്രക്രിയ വഴി അത് എടുത്തു മാറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. കാരണം ഇത്രയും കാലം അവിടെ കുടുങ്ങിക്കിടന്നതുകൊണ്ട് തന്നെ അത് രക്തക്കൊഴിലുമായി ചേർന്ന് കിടക്കുകയാണ്. അത് ഹൃദയത്തിനടക്കം കേടുപാടുകൾ ഉണ്ടാക്കുമെന്ന കാര്യം തീർച്ചയാണ്. അത് വിദഗ്ധ സമിതിയും മറ്റ് ഡോക്ടർമാരെല്ലാം ചൂണ്ടിക്കാട്ടിയൊരു വസ്തുതയാണ്. അതുകൊണ്ട് ഇതൊരു നഷ്ടപരിഹാരം എന്ന തരത്തിലേക്കും പിന്നെ ഇത് തുടർ ചികിത്സ, അതായത് കാലങ്ങളോളം തുടർ ചികിത്സ നൽകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അത് അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ മന്ത്രിയുടെ ഈ ഒരു പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. അതായത് ഗുരുതരമായ ഒരു തെറ്റാണ് ഡോക്ടർ ഭാഗത്തു നിന്നുണ്ടായത്. അന്വേഷണ റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് മന്ത്രിയുടെ പ്രതികരണം. മാത്രമല്ല ഡോക്ടർക്കെതിരെ പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ വകുപ്പ് തല അന്വേഷണവും പോലീസിന്റെ അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. ഇതിലൊക്കെ കൃത്യമായ തെളിവുകളും കുടുംബം പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു യുവതി ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു. ക്യാൻസർ പേഷ്യന്റായി അതിനുശേഷം RCCയിലെ ട്രീറ്റ്മെന്റിന്റെ ഇടയിലാണ് ഈ ഒരു ഗൈഡ് വെയർ കുടുങ്ങിക്കിടക്കുന്ന കണ്ടെത്തിയതും. പക്ഷേ അതിനുശേഷം കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ ലഭിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ക്യാൻസർ രോഗബാധയിൽ നിന്ന് മുക്തിയായതിനു ശേഷവും ഇത്തരത്തിലുള്ളൊരു ചികിത്സാ പിഴവ് മൂലം ഇപ്പോഴും ദുരിതം അനുഭവിക്കുകയാണ് ഈ യുവതി. അതുകൊണ്ട് തന്നെ നഷ്ടപരിഹാരം വേണമെന്ന് യുവതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല സൗജന്യമായി ചികിത്സയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിലൊക്കെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ ഒരു നിലപാട് നഷ്ടപരിഹാരം കൊടുക്കാൻ സർക്കാർ തയ്യാറാകുമോ? കാരണം ഇവിടെ തുടർ ചികിത്സ സൗജന്യമാക്കുമെന്ന് പറഞ്ഞു, ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഇതുപോലുള്ള ചികിത്സാ പിഴവിൽ ഈ ഇരകളാകപ്പെടുന്ന രോഗികൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. സംഭവങ്ങളിൽ എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ്. കാരണം ഒരുപക്ഷെ നിരവധി പരാതികൾ ഈ സമീപ ദിവസങ്ങളിലൊക്കെ ഉയർന്നു വന്നിട്ടുള്ളതാണ്. ഇതുപോലെ ഇനിയും ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് ചികിത്സാ പിഴവുകൾ ഉണ്ടാകാം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇരകളാകപ്പെടുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുമോ? ടോം, അതിൽ ഈ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇതിൽ കൂടുതൽ നടപടികൾ ഉണ്ടാവുക. മാത്രമല്ല ഈ യുവതി മനുഷ്യാവകാശ കമ്മീഷനിലടക്കം പരാതി നൽകേണ്ട
രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു നഷ്ടപരിഹാരം ലഭിച്ചേ മതിയോ. കാരണം ചെറിയ പ്രായമാണ്, ഇത്തരത്തിൽ ഒരുപാട് ജീവിതം മുന്നോട്ടുണ്ട്. ഈ ഒരു ഗൈഡ് വെയർ പുറത്തേക്ക് എടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഭാവി ജീവിതത്തെയും സ്വന്തം കുടുംബത്തിന്റെ ഭാവിയെ അടക്കം കാര്യമായി ബാധിക്കും. കാരണം ജോലി ഉണ്ടായിരുന്ന യുവതിയാണ്. ഈ ഒരു അസുഖ കാരണം, അതായത് ഈ ഒരു ചികിത്സാ പിഴവ് മൂലം ജോലി, അതായത് നടക്കുമ്പോൾ ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നു, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ തുടരെയായി വരുന്നതുകൊണ്ട് ഈ ഒരു ജോലി ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യം വരുന്നു. അത്തരത്തിൽ ഈ ഒരു കുടുംബത്തിന്റെ വലിയൊരു വരുമാനം കുറയുന്നു. അങ്ങനെ ഈ വർഷങ്ങളുടെ കണക്കെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നഷ്ടപരിഹാരം എത്ര വലിയ തുക നൽകിയാലും ആരോഗ്യത്തിലുണ്ടായ കേടുപാടുകൾ പരിഹരിച്ച് നൽകാൻ ആ തുകക്ക് കഴിയുകയില്ല. മാത്രമല്ല ഇത്രയും കാലം അവർ അനുഭവിച്ചൊരു ദുരിതത്തിന് അത് പകരമാവുകയില്ല. പക്ഷേ ഒരു മെച്ചപ്പെട്ടൊരു ജീവിതം മുന്നോട്ട് നയിക്കുവാൻ, മാത്രമല്ല കുട്ടികളുടെ അടക്കം ഭാവി സുരക്ഷിതമാക്കുവാനായി ഇത്തരത്തിലൊരു നഷ്ടപരിഹാര തുക ആവശ്യപ്പെടുന്നത് ന്യായമായിട്ടും അവർ ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല പരാതിയിലടക്കം നഷ്ടപരിഹാര തുക വേണമെന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. അതിൽ സർക്കാരിന്റെ തീരുമാനം വളരെ നിർണായകമാണ്. കാരണം ഇത്തരത്തിലുള്ള ഈ ജനറൽ ആശുപത്രിയിൽ തന്നെ ഇതിന്റെ തൊട്ട് കുറച്ച് ദിവസം മുൻപ് തന്നെ ചികിത്സാ പിഴവ് ആരോപിച്ചിരുന്നു. അതിലും നടപടി ഉണ്ടായിരുന്നു. പക്ഷേ ഇത്ര വലിയൊരു രീതിയിലേക്ക് ആ കാര്യങ്ങൾ കടന്നില്ല. പക്ഷേ ഈ തുടരെയുള്ള ചികിത്സാ പിഴവുകളും ഇത് ഡോക്ടർമാരെ മാത്രം അടച്ചാക്ഷേപിക്കുന്നത് ഇത്തരത്തിലൊരു ഈ ഒരു സംഭവത്തിൽ ഡോക്ടർ പിഴവാണെങ്കിൽ പോലും മറ്റ് പല ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലും മിതമായ ഈ ആശുപത്രി സൗകര്യങ്ങളും മറ്റ് പശ്ചാത്തല സൗകര്യങ്ങളുടെ കുറവ് മൂലം ഉണ്ടാകുന്ന പിഴവുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇതിൽ ഒരു കൃത്യമായ ഒരു പഠനവും മാത്രമല്ല ഇങ്ങനെ തുടർച്ചയായുള്ള ചികിത്സാ പിഴവുകൾ എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളൊരു പഠനമടക്കം നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഈ ഒരു ഡോക്ടറെ പ്രതി ചേർത്തുള്ള അന്വേഷണവും പിന്നെ ഈ ഒരു ഇത്തരത്തിലുള്ള ഡോക്ടർക്ക് നേരെ ഒരു നടപടിയും ഒപ്പം തന്നെ നഷ്ടപരിഹാരം നൽകാനുള്ള സാധ്യതയും കൂടുതലാണ് കേട്ടോ. വ്യക്തമാണ്. സാരംഗാണ് വിവരങ്ങൾ നോക്കിയത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ ഡോക്ടറുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ച ഉണ്ടായെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ വ്യക്തമായിട്ടുണ്ട്. സംഭവം അതീവ ഗൗരവത്തോടെ കാണുന്നു. ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നാണ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. പാലക്കാട് മരുന്ന റോഡിൽ സമയക്രമത്തെ ചൊല്ലി ബസ് ജീവനക്കാർ തമ്മിൽ കൂട്ടത്തല്ല്. മേച്ചേരി അശ്വതി ബസ്സുകളിലെ ജീവനക്കാരാണ് ഏറ്റുമുട്ടിയത്. 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ഇതിൽ മേച്ചേരി ബസ്സിലെ ജീവനക്കാരനായ രാജേഷ് കുമാർ മദ്യപിച്ചിരുന്നതായും പരിശോധനയിൽ തെളിഞ്ഞിട്ടുണ്ട്. വിവരങ്ങളുമായി പ്രജിത്ത് കോങ്ങാടി ചേരുന്നു പാലക്കാട് നിന്ന്. പ്രജിത്ത്, പലപ്പോഴും ഈ ബസ് ജീവനക്കാരുടെ ബസ്സുകളുടെ മത്സരയോട്ടം, സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കം, ഇത് പൊതുനിരത്തിൽ വലിയ സംഘർഷങ്ങൾക്ക് വഴിവെക്കാറുണ്ട്. എപ്പോഴായിരുന്നു ഈ സംഭവം ഉണ്ടായത്? ഈ മേച്ചേരി അശ്വതി ബസ്സുകളിലെ ജീവനക്കാർ തമ്മിൽ ഏറ്റുമുട്ടിയത്. സംഭവത്തിൽ പോലീസ് എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? ഇന്നലെ വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷമാണ് ഈ മേച്ചേരി ബസ്സും അശ്വതി ബസ്സും രണ്ടും പാലക്കാട് വാളയാറിലേക്ക് പോകുന്ന ബസ്സുകളായിരുന്നു. ഇവർ തമ്മിൽ സമയക്രമങ്ങൾ തെറ്റിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ മരുത്ത റോഡിൽ വെച്ചാണ് ഒരു ബസ് ക്രോസ് ഇട്ടിട്ട് 2 ബസ്സിലെയും ജീവനക്കാർ തമ്മിൽ നട റോഡിൽ ഏറ്റുമുട്ടിയത്. അതൊരു ദേശീയ പാതയാണ്. എന്നിട്ടും അതിൽ വെച്ച് തന്നെയാണ് അവർ ഏറ്റുമുട്ടിയത്. ഇതിൽ മേച്ചേരി ബസ് ഏറ്റുമുട്ടി നട റോഡിൽ അടിയുണ്ടാക്കിയ ശേഷം നോക്കുന്ന സമയത്ത് അതിലത്തെ ഒരു ബസ്സിലെ ജീവനക്കാരൻ, മേച്ചേരി ബസ്സിലെ ജീവനക്കാരൻ രാജേഷ് കുമാർ മദ്യപിച്ചുവെന്നും അവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു. പോലീസുകാർ വന്ന് നോക്കിയപ്പോഴാണ് ഈ 6 പേർക്കെതിരെ നട റോഡിൽ വെച്ച് മദ്യപിച്ചിട്ടും ദേശീയപാത ബ്ലോക്ക് ചെയ്ത് സംഘർഷമുണ്ടാക്കിയതിനും 6 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് ശേഷമാണ് ഈ സംഭവം പാലക്കാട് മരുത്ത് റോഡിൽ വെച്ച് നടക്കുന്നത് കേട്ടോ. ഇത് പതിവായി ഇത്തരം സംഭവങ്ങൾ ഈ പാലക്കാട് തന്നെ ഈ സ്വകാര്യ ബസ്സുകളിലെ ജീവനക്കാർ തമ്മിൽ ഇങ്ങനെ ഏറ്റുമുട്ടുന്നുണ്ട്. ഇവിടെ പോലീസിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടാകാറുണ്ട്. ഇവിടെ ബസ് ജീവനക്കാരൻ മദ്യപിച്ചിരുന്നു പറയുന്നുണ്ട്. മദ്യപിച്ചും ലഹരി ഉപയോഗിച്ചുമൊക്കെ പലപ്പോഴും വാഹനം ഓടിക്കുന്ന സംഭവങ്ങളുണ്ട്. അത് മറ്റ് യാത്രക്കാരുടെ ജീവന് പോലും ഭീഷണിയാകുന്നു. ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന ശക്തമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമോ പ്രജിത്ത്? ഇതിന്റെ പേരിൽ മോട്ടോർ വാഹന വകുപ്പ് ശക്തമാക്കി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പാലക്കാട്. എന്ന് വെച്ചാലും പക്ഷെ ഈ ആലത്തൂരിലെ വാളയാറിലേക്ക് പോകുന്ന ബസ്സുകളിൽ അത്തരം ഈ സമയക്രമങ്ങൾ പാലിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല. പാലക്കാട് തൃശൂർ ഭാഗങ്ങളിലാണ് ഈ ബസ്സുകൾ ഹൈവേകളിൽ സമയക്രമത്തെ ചൊല്ലി എന്നും പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളത്. പക്ഷെ പാലക്കാട് വാളയാർ ഭാഗത്തേക്ക് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. ഇതേ ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാൻ പറ്റും.
യെസ്, വ്യക്തമാണ്. പ്രജിത്ത് കോങ്ങാടാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാടാണ് സമയക്രമത്തെ ചൊല്ലി ബസ് ജീവനക്കാർ തമ്മിൽ കൂട്ടത്തിലുണ്ടായത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.